السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, കാരുണ്യവാനും സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന്, പ്രാവർത്തികമാക്കി ജീവിക്കണമെന്ന് ആമുഖമായി ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു ഇൽമിന്റെ മജ്ലിസിലുള്ള ഈ ഒത്തുചേരൽ നാളെ പരലോകത്ത് പ്രതിഫലാർഹമായ അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പരമാവധി ജീവിതത്തിൽ പുലർത്തി ജീവിക്കുന്നതിന് ഇത്തരത്തിലുള്ള ക്ലാസുകൾ നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ഇൽമു നേടുന്ന, ആ ഇൽമനുസരിച്ച് ജീവിക്കുന്ന സ്വാലിഹീങ്ങളുടെ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇന്ന് നമുക്കിവിടെ സംസാരിക്കേണ്ട വിഷയം ഹിജാബ് ഇസ്ലാമിന് പറയാനുള്ളത് എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. ഈ വിഷയത്തിന്റെ പ്രാധാന്യം ഇന്ന് നമുക്കറിയാം. ഇതൊരു വിവാദമാക്കി തീർത്തിരിക്കുന്നു ചില ആളുകൾ. വിവാദമാക്കി തീർത്തു എന്ന് മാത്രമല്ല, ഇസ്ലാം പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഹിജാബിനെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന, പൊതുജനമധ്യത്തിൽ അതിനെ അപഹസിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു എന്നത് മീഡിയയിലൂടെ നമ്മൾ അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ പല തെറ്റിദ്ധാരണകളും നമുക്കിടയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സ്ത്രീകളുടെ ഹിജാബിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ നിലപാട് എന്താണ് എന്നത് പഠിക്കുക എന്നതാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു വലിയ പ്രസംഗം പോലെ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു വിഷയമല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പഠിക്കുകയും അതോടൊപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുകയും
ഈ വിഷയങ്ങൾ നോട്ട് ചെയ്യുകയും നിങ്ങളുടെ ജീവിതത്തിൽ അവസാനം വരെ ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരൊറ്റ പോയിന്റിൽ നിന്നുകൊണ്ടാണ്. കാരണം ഇത് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഒരുപാട് നമുക്ക് പറയാനുണ്ട്. സ്ത്രീകളുടെ വേഷവുമായിട്ട്, അതേപോലെ തന്നെ പുരുഷന്മാരുടെ ഡ്രസ്സ്, അതിന്റെ രീതികളെ സംബന്ധിച്ച്, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതിലേക്കൊന്നും പ്രവേശിക്കാതെ ഒരൊറ്റ വിഷയത്തിൽ നിന്നുകൊണ്ട് ഈ വിഷയം മനസ്സിലാക്കാനാണ്, ചർച്ച ചെയ്യാനാണ് ഈ സന്ദർഭത്തിൽ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സ്ത്രീകളുടെ മുഖം മറക്കുന്ന സമീപനത്തെ സംബന്ധിച്ചാണ്. അല്ലെങ്കിൽ ഹിജാബ്, അല്ലെങ്കിൽ നിഖാബ്, ഹിമാർ, എന്തുമാകട്ടെ, സ്ത്രീകൾ മുഖം മറക്കുന്നതിന്റെ ഇസ്ലാമികമായിട്ടുള്ള നിലപാട് എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മറ്റു പല വിഷയങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാകും, പക്ഷെ അത് നമ്മൾ മറ്റൊരു സന്ദർഭത്തിലേക്ക് മാറ്റിവെക്കുകയാണ് എന്നുള്ളത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പഠിക്കേണ്ടത് വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നുമാണ്. ഖുർആൻ എന്ത് പറയുന്നു അതാണ് നമ്മുടെ പ്രമാണം. ഹദീസ് എന്ത് പറയുന്നു അതാണ് നമ്മുടെ പ്രമാണം. അതേപോലെ തന്നെ ഈ ഖുർആനിനെയും ഹദീസിനെയും അടിസ്ഥാനമാക്കി ജീവിച്ച സ്വഹാബത്ത് അവരെങ്ങനെ ഇസ്ലാമിനെ മനസ്സിലാക്കി, അവരെങ്ങനെ ഖുർആനെ മനസ്സിലാക്കി, അവരെങ്ങനെ ഹദീസുകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു, ആ രീതിയിലുള്ള ഒരു മൻഹജ്, ആ രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയാണ് സത്യവിശ്വാസികൾ ചെയ്യേണ്ടത്. കാരണം ഇത് നമ്മുടെ പരലോകത്തിന്റെ വിഷയമാണ്. നാളെ പരലോകത്ത് നമ്മൾ സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ എന്ന് തീരുമാനിക്കപ്പെടുന്ന വിഷയമാണ്. മാത്രമല്ല ശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞത്, മതപരമായ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ എന്താ ചെയ്യേണ്ടത്? അതേതെങ്കിലും ഡോക്ടർമാര് പറയുന്നത് കേൾക്കണമെന്നാണോ? അതല്ലെങ്കിൽ ഏതെങ്കിലും പത്രമാധ്യമങ്ങളിൽ കോളമിസ്റ്റുകൾ എഴുതിവിടുന്നത് അവര് പറയുന്നത് സ്വീകരിക്കണമെന്നാണോ ഇസ്ലാമിന്റെ നിലപാട്? അതല്ല. വളരെ വ്യക്തമായി തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. മതപരമായ കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഫറുദ്ദൂഹു, ആ വിഷയം നിങ്ങൾ മടക്കണം അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും, അതായത് വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും ആ വിഷയം നിങ്ങൾ മടക്കണം. അതാണ് ഏറ്റവും നല്ല വ്യാഖ്യാനം എന്നുള്ളത് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. ഇതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ ഞാൻ വിട്ടേച്ചു പോകുന്നു, തറക്തു ഫീക്കും അംറൈനി ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നു, അത് മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ ഒരിക്കലും വഴിതെറ്റുകയില്ല. സ്വഹീഹായ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ രണ്ട് പ്രമാണങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? ഇവിടെ ചില പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, സ്ത്രീകൾക്ക് മുഖം മറക്കണോ മറക്കണ്ടേ എന്ന ഒരു വിഷയം ഇസ്ലാമിക ലോകത്ത് ചർച്ച തന്നെയല്ല. മറക്കണോ മറക്കണ്ടേ എന്നുള്ള ഒരു വിഷയത്തിൽ ചർച്ചല്ല. അത് നമ്മൾ ആദ്യം നോട്ട് ചെയ്യേണ്ട പോയിന്റാണ്. ഇസ്ലാമിക ലോകത്ത് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് സംസാരിച്ച പണ്ഡിതന്മാർ മുസ്ലിം സ്ത്രീകൾ അവരുടെ മുഖം മറക്കണോ മറക്കണ്ടേ എന്നുള്ള വിഷയത്തിൽ ഒരു ഇഖ്തിലാഫ് അവർക്കിടയിൽ ഇല്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ഒന്നാമതായി നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ആ വിഷയത്തിൽ ഇഖ്തിലാഫില്ല. പല ആളുകളും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്
ഇന്ന് നമുക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം, സ്ത്രീ മുഖം മറക്കണോ മറക്കണ്ടേ? മറക്കണം എന്നൊരു കൂട്ടർ പറയുന്നു, മറക്കണ്ട എന്ന് വേറൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു. ഇതാണ് നമുക്കിടയിലുള്ള തർക്കം, വിഷയം എന്നുള്ളതാണ് പലരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ആ ധാരണ അബദ്ധമാണ്. ഒന്നാമതായി അത് തിരുത്തണം. ഒന്നുകൂടി പറഞ്ഞാൽ, മുസ്ലിം ലോകത്ത്, ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർക്കിടയിൽ ഒരു മുസ്ലിം സ്ത്രീ അവളുടെ മുഖം മറക്കണോ മറക്കണ്ടേ എന്നുള്ള ഒരു ചർച്ച ഇല്ല. അതൊന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ പോയിന്റ്, മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗം അതൊരു മുസ്ലിം സ്ത്രീ മറക്കൽ നിർബന്ധമാണ് എന്ന കാര്യത്തിലും ഇസ്ലാമിലെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. മുഖവും മുൻകൈയും അതൊഴികെയുള്ള ഭാഗങ്ങൾ അത് മറക്കണോ മറക്കണ്ടേ, ആ വിഷയത്തിൽ ഒരു ചർച്ചല്ല. അതല്ലാത്ത എല്ലാ ഭാഗങ്ങളും മറക്കൽ വാജിബാണ് എന്നുള്ള വിഷയത്തിലും മുസ്ലിം ലോകത്ത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. മൂന്നാമതായി മനസ്സിലാക്കേണ്ടത്, ഫിത്ന ഉള്ള ഒരു സന്ദർഭമാണെങ്കിൽ, ഫിത്നയുടെ ഒരു കാലഘട്ടമാണെങ്കിൽ, ആ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ അവരുടെ സ്വത്വത്തിന്, അല്ലെങ്കിൽ അവരുടെ ജീവന്, അല്ലെങ്കിൽ അവരുടെ അഭിമാനത്തിന്, ഇതിനൊക്കെ ഭയം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഫിത്ന പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എങ്കിൽ, ഫിത്നയുടെ ഒരവസരമാണ്, സന്ദർഭമാണ് നിലനിൽക്കുന്നത് എങ്കിൽ, മുഖവും മുൻകൈയും സ്ത്രീ മറക്കൽ നിർബന്ധമാണ് എന്ന കാര്യത്തിലും മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമല്ല. ഫിത്നയുടെ സന്ദർഭത്തിൽ മുഖവും മുൻകൈയും മറക്കൽ നിർബന്ധമാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമല്ല. ഇവിടെ ചില ആളുകൾ പറയാറുള്ളത്, ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി മുഖം മറക്കണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു എന്നതാണ്. അദ്ദേഹം അത് ജായിസാണ് എന്ന് പറഞ്ഞു എന്നതാണ്. മുഖം മറക്കുകയും ചെയ്യാം, മറക്കാതിരിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ മുഖം മറക്കേണ്ടതില്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മുഖം മറക്കൽ ജായിസാണ് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇത് ഷെയ്ഖ് അൽബാനിയെ കുറിച്ച് കളവാണ് പ്രചരിപ്പിക്കുന്നത്. സാധാരണ ഈ വിഷയമൊക്കെ സംസാരിച്ചാലും പലരും പറയാറുണ്ട്, ഇസ്ലാമിക ലോകത്ത് ജീവിച്ച, ആധുനിക ലോകത്ത് ജീവിച്ച പ്രഗൽഭ മുഹദ്ദിസായ ഷെയ്ഖ് അൽബാനി അത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പലരും അതിനെ ന്യായീകരിക്കാറുള്ളത്. മുഖം മറക്കണ്ട എന്ന് ഷെയ്ഖ് അൽബാനി പറഞ്ഞിട്ടില്ല. മുഖം മറക്കല് ജായിസാണ് എന്നുമല്ല ഷെയ്ഖ് അൽബാനി പറഞ്ഞിട്ടുള്ളത്. അതെന്താണ് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനത്തിൽ വിശദീകരിക്കും. പിന്നെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം ഏതാണ്? ആ വിഷയം, ഒരു മുസ്ലിം സ്ത്രീ അവളുടെ മുഖം മറക്കൽ അത് നിർബന്ധമാണോ അതല്ല മുസ്തഹബാണോ, ആ വിഷയത്തിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. ഒരു മുസ്ലിം സ്ത്രീ അവളുടെ മുഖം മറക്കൽ അത് വാജിബാണോ അതല്ല മുസ്തഹബാണോ, ഈ വിഷയത്തിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. വാജിബാണോ മുസ്തഹബാണോ? ഇവിടെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം ഏതാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മാത്രമല്ല, മുസ്ലിം സ്ത്രീ മുഖം മറക്കേണ്ടതില്ല എന്നൊരു അഭിപ്രായം മുസ്ലിം ലോകത്ത് അംഗീകൃതരായ ഒരു പണ്ഡിതനുമില്ല. മുഖം മറക്കേണ്ടതില്ല, മുഖം മറക്കാതെ നടക്കലാണ് അഫ്ളൽ എന്നുള്ള ഒരു അഭിപ്രായം പ്രാമാണികരായ ഒരു പണ്ഡിതന് പോലും ഇസ്ലാമിക ലോകത്തില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മുസ്ലിം സ്ത്രീ മുഖം മറക്കേണ്ടതില്ല എന്നോ അതേപോലെ തന്നെ മുഖം മറക്കാതിരിക്കലാണ് അഫ്ളൽ എന്നോ പറയുന്ന പ്രാമാണികരായ ഒരൊറ്റ പണ്ഡിതനും മുസ്ലിം ലോകത്തില്ല. അപ്പൊ അഭിപ്രായ വ്യത്യാസത്തിന്റെ കാതൽ, വിഷയത്തിന്റെ മർമ്മം, അഭിപ്രായ വ്യത്യാസം ഉള്ളത് ചില ആളുകൾ വിവാദമാക്കി കൊണ്ടുവരാൻ ശ്രമിച്ചത് ഈ ഒരു വിഷയമാണ്. പക്ഷെ ഇവിടെ അഭിപ്രായ വ്യത്യാസം ഉള്ളത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത് വാജിബാണോ മുസ്തഹബാണോ എന്നുള്ളതിലാണ് അഭിപ്രായ വ്യത്യാസം ഉള്ളത്. മറക്കണോ മറക്കണ്ടേ എന്നുള്ള വിഷയത്തിലല്ല എന്നർത്ഥം. അത് പ്രത്യേകം മനസ്സിലാക്കണം.
വാജിബാണ് എന്ന് പറയുന്ന ആളുകളും വാജിബല്ല എന്ന് പറയുന്ന ആളുകളും ഒരേപോലെ പറഞ്ഞത് എന്താ? മറക്കണം എന്നുള്ളത് തന്നെയാണ്. വാജിബാണ് എന്ന് പറഞ്ഞവരും വാജിബല്ല എന്ന് പറഞ്ഞവരും പറഞ്ഞത് എന്താ? വാജിബല്ല എന്ന് പറയുന്ന ആളുകളും പറഞ്ഞത് സ്ത്രീക്ക് മുഖം മറക്കുന്നത് തന്നെയാണ് അഫ്ളൽ എന്നുള്ളതാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ നമുക്കുള്ള തെളിവുകളാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ, ഇസ്ലാമിന്റെ ഒന്നാമത്തെ പ്രമാണം അത് വിശുദ്ധ ഖുർആനാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ ഇത് സംബന്ധമായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് സ്ത്രീക്ക് മുഖം മറക്കണം എന്ന് പറയുന്നതിനുള്ള തെളിവ് എന്താണ്? ഒരു തെളിവില്ല എന്നുള്ളതാണ് ചില ആളുകൾ പറയുന്നത്. മുസ്ലിം സ്ത്രീക്ക് മുഖം മറക്കേണ്ടതില്ല. മുഖം മറക്കണം എന്ന് പറയുന്നത് സ്ത്രീയെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകലാണ്, സ്ത്രീയുടെ സ്വാതന്ത്ര്യം ഹനിക്കലാണ്. അത് സൗദി അറേബ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്, അത് ഗൾഫിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. ഇതൊക്കെ വളരെ മോശമായിട്ടാണ് ഈ രൂപത്തിൽ പലരും പ്രതികരിക്കുന്നുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നമ്മൾ ഉറച്ചു നിൽക്കുക. അതാണ് നമ്മൾ ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ട ഒന്നാമത്തെ നിലപാട്. അപ്പൊ മുഖം മറക്കൽ വാജിബാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള തെളിവുകൾ എന്താണ്? ഒന്ന് ശുദ്ധ ഖുർആനിന്റെ ആയത്താണ്. സൂറത്ത് അഹ്സാബിലെ 59-ാമത്തെ ആയത്ത്. ഈ ആയത്താണ് നമുക്കുള്ള ഒന്നാമത്തെ തെളിവ്. എന്തിനുള്ള തെളിവ്? സ്ത്രീക്ക് മുഖം മറക്കണം, ആ മുഖം മറക്കൽ നിർബന്ധമാണ് എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവ്. അഹ്സാബിലെ 59-ാമത്തെ ആയത്ത്. എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? യാ അയ്യുഹൻ നബിയോ, അല്ലയോ പ്രവാചകരെ, ഖുൽ അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ذلك അദ്നാ അൻ യുഅറഫ്ന ഫലാ യുഅദൈന വകാന അല്ലാഹു ഗഫൂറൻ റഹീമ. ഇതാണ് ആയത്ത്. ഈ ആയത്തിൽ നമുക്കുള്ള തെളിവ് എന്താണ്? ഈ ആയത്തിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് കൽപ്പിക്കാണ്, ഖുല്ലി അസ്വാജിക, പ്രവാചകരെ താങ്കളുടെ ഭാര്യമാരോട് താങ്കൾ പറയണം, അവരോട് കൽപ്പിക്കണം. വബനാതിക, അതേപോലെ തന്നെ ബനാത്തുകളോട് കൽപ്പിക്കണം. വനിസാഇൽ മുഅ്മിനീന, അതേപോലെ തന്നെ മുഅ്മിനാത്തുകളായ സ്ത്രീകളോട് കൽപ്പിക്കണം. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ ജിൽബാബുകൾ അവർ അവരുടെ മീതെ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. ഇതാണ് അഹ്സാബിലെ 59-ാമത്തെ ആയത്ത്. ഇവിടെ ജിൽബാബ്, എന്താണ് ജിൽബാബ്? പണ്ഡിതന്മാർ അതിന് കൊടുത്തിട്ടുള്ള അർത്ഥം, ശരീരം, ഒരു സ്ത്രീയുടെ ശരീരം മുഴുവൻ മറക്കുന്ന, അവൾ സാധാരണ ധരിക്കാറുള്ള വസ്ത്രമല്ല, ആ വസ്ത്രത്തിനു മീതെ അവളുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും മറക്കുന്ന പുതപ്പ്. ഈ അർത്ഥത്തിലാണ് ജിൽബാബിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഒന്നും പുറത്ത് കാണാത്ത വസ്ത്രം, അവരുടെ ശരീരത്തിന്റെ ആകാര ഭംഗിയോ അംഗലാവണ്യമോ ഇതൊന്നും, അവയവങ്ങളോ ഒന്നും വ്യക്തമായി കാണാത്ത, അവൾ സാധാരണ ധരിക്കുന്ന വസ്ത്രത്തിന് പുറമെ അവർ ധരിക്കുന്ന വസ്ത്രത്തിനാണ് ജിൽബാബ്, അവരുടെ ശരീരം മൊത്തം മറയുന്ന വസ്ത്രം എന്നുള്ളതാണ് അതിന് പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ള അർത്ഥം. ഈ ജിൽബാബുകൾ അവർ അവരുടെ മീതെ അവരിലൂടെ താഴ്ത്തിയിടട്ടെ എന്നുള്ളതാണ് ഖുർആനിന്റെ കൽപ്പന. അപ്പൊ ആയത്താണിത്. ഈ ആയത്തിന് അർത്ഥം കൊടുക്കേണ്ടത് ആരാണ്? ഈ ആയത്തിന് അർത്ഥം പഠിപ്പിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അത് കേട്ടത് ആരാണ്? അത് സഹാബികളാണ് അത് കേട്ടത്. അപ്പോ ഖുർആനിന്റെ ഒരായത്തിന്റെ തഫ്സീർ പറയേണ്ടത് നമ്മളല്ല. അപ്പൊ മുഖം മറക്കാൻ, സ്ത്രീകളുടെ മുഖം മറക്കാൻ യാതൊരു തെളിവില്ല, അത് കാട്ടറബികളുടെ സംസ്കാരമാണ് എന്നൊക്കെയാണ് ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു ജരീർ അത്ത്-തബരി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന്റെ തഫ്സീറിൽ പറഞ്ഞ അർത്ഥം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു, ആരാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു? നമുക്കത് നന്നായിട്ട് അറിയാം. സഹാബികളുടെ കൂട്ടത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനാണ്. തർജുമാനുൽ ഖുർആൻ എന്നും ഹെബറുൽ ഉമ്മ എന്നും
അറിയപ്പെട്ട പ്രഗത്ഭനായ സഹാബികളുടെ കൂട്ടത്തിൽ തന്നെ കിബാറായ ആളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മഹത്വം നമുക്കറിയാം. അദ്ദേഹം ഈ ആയത്തിന് കൊടുക്കുന്ന വ്യാഖ്യാനം ശ്രദ്ധിച്ചോ? അദ്ദേഹം ഈ ആയത്തിന് എന്താണ് ജിൽബാബ് അവരുടെ മീതെ അവർ താഴ്ത്തിയിരട്ടെ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് മാത്രമുള്ള കൽപ്പനയല്ലല്ലോ. ഖുർആനിൽ തന്നെ പറഞ്ഞു എന്ത്? കുല്ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീൻ. മൊത്തത്തിൽ ലോകത്തുള്ള മുസ്ലിം സ്ത്രീകൾക്ക്, സത്യവിശ്വാസിനികൾക്ക് എല്ലാവരോടുള്ള കൽപ്പനയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, അമർ അല്ലാഹു, ഈ ആയത്തിലൂടെ അല്ലാഹു കൽപ്പിക്കുന്നു, നിസാ അൽ മുഅ്മിനീൻ, സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് കൽപ്പിക്കുന്നു, ഇദാ ഖറജ്ന മിൻ ബുയൂത്തിഹിന്ന, അവർ അവരുടെ വീടുകളിൽ നിന്നും പുറത്തു പോവുകയാണെങ്കിൽ, ഫി ഹാജത്തിൻ, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി, ഐ യുഗത്തീന വുജൂഹഹുന്ന, അവർ അവരുടെ മുഖങ്ങൾ മറക്കട്ടെ. അപ്പൊ വളരെ കൃത്യമാണ്. ഐ യുഗത്തീന വുജൂഹഹുന്ന, സ്ത്രീകൾ അവരുടെ മുഖങ്ങൾ മറക്കട്ടെ. അവർ അവരുടെ വീടുകളിൽ നിന്ന് അവർക്കുള്ള പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യം നിർവഹിക്കാൻ അവർക്ക് വീട് വിട്ടു പോകേണ്ടി വരികയാണെങ്കിൽ അവരെന്ത് ചെയ്യട്ടെ? ഐ യുഗത്തീന വുജൂഹഹുന്ന, അവർ അവരുടെ മുഖങ്ങൾ മറച്ചുകൊള്ളട്ടെ. മിൻ ഫൗഖി റുഊസിഹിന്ന, പ്രത്യേകം എടുത്തു പറയുന്നു എങ്ങനെ അവര് മുഖം നടക്കേണ്ടത്? മിൻ ഫൗഖി റുഊസിഹിന്ന ബിൽ ജലാബീബി, അവർ അവരുടെ തല മറച്ച ആ ജിൽബാബ് കൊണ്ട്. അപ്പൊ ജിൽബാബ് എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തെ മൊത്തം മറക്കുന്ന വസ്ത്രമാണ്. അപ്പൊ അവരുടെ തല മറച്ച, അല്ലെങ്കിൽ ആ മുഖമക്കന കൊണ്ട്, അല്ലെങ്കിൽ ഹിമാറ് കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ജിൽബാബ് കൊണ്ട്. ആ ജിൽബാബ് മിൻ ഫൗഖി റുഊസിഹിന്ന എന്നാണ്. അത് തലയിൽ നിന്ന് എടുത്തിട്ട്, കണ്ടോ, മിൻ ഫൗഖി റുഊസിഹിന്ന, അവരുടെ തലകളിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യട്ടെ? അവർ അവരുടെ മുഖങ്ങൾ മറച്ചുകൊള്ളട്ടെ. അവർ വീടുകളിൽ നിന്നും പുറത്തു പോകേണ്ട ഒരു ഘട്ടമുണ്ടായാൽ. ഈ വ്യാഖ്യാനം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നൽകുകയാണ്. എന്നിട്ട് തീർന്നിട്ടില്ല, അതിന്റെ ബാക്കി അദ്ദേഹം പറയുന്നു, അങ്ങനെ മുഖം മറക്കുമ്പോ സ്വാഭാവികമായിട്ടും എല്ലാം മറയും, മുഖം മറയും. അതങ്ങനെ മാറിലേക്ക് അത് താഴ്ത്തിയിടണം. അത് ഖുർആന്റെ വേറെ ആയത്തിൽ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ആ ജിൽബാബ് കൊണ്ട് മുഖം മറക്കണം. വേണമെങ്കിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നു, വയുബ്ദീന ഐനൻ വാഹിദ, ഒരു കണ്ണ് മാത്രം, ഒരൊറ്റ കണ്ണ് മാത്രം അവർ വെളിവാക്കുകയും ചെയ്യട്ടെ. ഒരൊറ്റ കണ്ണ് മാത്രം, ഉണ്ടോ? അപ്പോ കണ്ണടക്കം മൂടുന്ന, അവളുടെ മുഖത്തെ മറച്ചു കളയുന്ന ജിൽബാബാണ് അവൾ ധരിക്കേണ്ടത്. ഒരു കണ്ണ് വേണമെങ്കിൽ അവൾക്ക് അവളുടെ നടക്കുന്ന വഴി അത് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ വിശദീകരണങ്ങൾ അങ്ങനെയാണ് പറഞ്ഞത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയാണ്, വയുബ്ദീന ഐനൻ വാഹിദ, ഒരൊറ്റ കണ്ണ് അവർ വെളിവാക്കിക്കൊള്ളട്ടെ, അതവർ തുറന്നിട്ട് കൊള്ളട്ടെ. അപ്പൊ ഇവിടെ ഖുർആനിന്റെ വ്യാഖ്യാനം നമുക്ക് പഠിപ്പിച്ചെന്നത് ആരാണ്? അത് ഡോക്ടർമാരല്ല പഠിപ്പിച്ചിരേണ്ടത്. ഡോക്ടർമാരെ പണിയെടുക്കട്ടെ, അവര് വയലറിയാൻ നടക്കലല്ല ചെയ്യേണ്ടത്. നമ്മൾ ഡോക്ടർമാരെ പണിയെടുക്കാനും പോകുന്നില്ല. നമ്മള് പ്രമാണങ്ങളെ മനസ്സിലാക്കേണ്ടത് ഖുർആനും ഹദീസും മുമ്പിൽ വെച്ചിട്ടാണ്. ഖുർആനിന് ആധികാരികമായ വ്യാഖ്യാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത് സ്വഹാബത്തിനാണ്. അത് മനസ്സിലാക്കിയ സ്വഹാബി ഈ അഹ്സാബിലെ 59-ാമത്തെ ആയത്തിനെ ജിൽബാബ്, അവരുടെ ജിൽബാബ് അവർ അവരുടെ മീതെ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ എന്ന ആയത്തിന്റെ വ്യാഖ്യാനമായിട്ട് പറഞ്ഞു, അവർ അവരുടെ മുഖങ്ങൾ മറച്ചുകൊള്ളട്ടെ. അവരുടെ തലയിൽ നിന്നും അവരുടെ ജിൽബാബ് എടുത്തിട്ട് അവർ അവരുടെ മുഖങ്ങൾ മറക്കട്ടെ. ഒരു കണ്ണ്, വയുബ്ദീന ഐനൻ വാഹിദ. അപ്പൊ ഇത് സൗദി അറേബ്യയിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നതല്ല, അതല്ലെങ്കിൽ ഇത് തീവ്രവാദ സലഫികൾ പ്രചരിപ്പിച്ചതല്ല, അതല്ലെങ്കിൽ ഇത് കാട്ടറബികളുടെ സംസ്കാരമല്ല. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു നൽകുന്ന വ്യാഖ്യാനാണ്. ഇനി ഈ ഒരു വ്യാഖ്യാനം മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കണ്ട, വേറൊരു വ്യാഖ്യാനം കൂടി പറഞ്ഞുതരാം. മുഹമ്മദ് ബിൻ സീരീൻ, പ്രഗത്ഭനായ താബിഈ പണ്ഡിതൻ, അദ്ദേഹം സഅൽതു ഉബൈദത്തു സൽമാനി അൻ ഖൗലില്ലാഹി തആല, ഉബൈദത്തു സൽമാനിയോട് അദ്ദേഹം ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തെ പറ്റി ചോദിച്ചു. ആര്? മുഹമ്മദ് ബിൻ സീരീൻ ചോദിച്ചു. എന്താണ് യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ ജിൽബാബുകൾ അവർ അവരുടെ ശരീരത്തിലൂടെ താഴ്ത്തിയിരട്ടെ എന്ന് പറഞ്ഞതിന്റെ വ്യാഖ്യാനം എന്താണ്? അപ്പൊ അദ്ദേഹം അത് കാണിച്ചു കൊടുത്തു. ആര്? ഉബൈദ റളിയല്ലാഹു അൻഹു അത് കാണിച്ചു കൊടുത്തു. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു വസ്ത്രം എടുത്തു, ഫഗത്താ വജ്ഹഹു, എന്നിട്ട് അദ്ദേഹം അത് പറഞ്ഞു, ഇതാ ഇങ്ങനെയാണ് അതിന്റെ രൂപം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുഖം മറച്ചു. കണ്ടോ? ഫഗത്താ
വജ്ഹഹു അദ്ദേഹം അദ്ദേഹത്തിന്റെ മുഖം മറച്ചു, വറഅസഹു അദ്ദേഹത്തിന്റെ തല മറച്ചു, വഅബ്റസ ഐനുഹുൽ യുസ്റ അദ്ദേഹത്തിന്റെ ഇടത്തെ കണ്ണ് അദ്ദേഹം വെളിവാക്കി. അപ്പൊ ഒരു കണ്ണ് തുറന്നിട്ടു, ഇടത്തെ കണ്ണ്. അത് തുറന്നിട്ടിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ തല മറച്ച് കാണിച്ചു കൊടുത്തു, അദ്ദേഹത്തിന്റെ മുഖവും മറച്ച് കാണിച്ചു കൊടുത്തു. ഇതൊക്കെ തഫ്സീറുകളിൽ വന്നതാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ ആയത്തിന്റെ തഫ്സീർ വിശദീകരിച്ചത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ട് തന്നെ തഫ്സീറു സഹാബി ഹുജ്ജ, ഇതാണ് നമുക്കുള്ള തെളിവ്. ഒരു സഹാബിന്റെ തഫ്സീർ നമുക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലുള്ള തെളിവാണ്. അതുകൊണ്ട് ഇത് നമുക്കുള്ള തെളിവാണ് എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖ് ഉസൈമീൻ അതിന് വ്യാഖ്യാനം കൊടുക്കണം. ഇത് മാത്രമല്ല, ഭാഷാപരമായിട്ട് ഇതിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുണ്ട്. എന്ത്? ഭാഷാപരമായിട്ട് തന്നെ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന എന്ന് പറഞ്ഞതിന്റെ അർത്ഥമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു, യുദ്നീന അലൈഹിന്ന എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താ? അത് മുഖത്തിലൂടെ താഴ്ത്തിരട്ടെ എന്നുള്ളതാണ്. തലമറച്ച വസ്ത്രം ഏതാണോ ആ മുഖമക്കന കൊണ്ട്, ആ ഹിമാറ് കൊണ്ട്, അല്ലെങ്കിൽ ആ നിഖാബ്, അതെന്തോ ആകട്ടെ, അതുകൊണ്ട് അവളുടെ മുഖം മറക്കണം. എന്നിട്ട് ഭാഷാപരമായിട്ട് ഇപ്പൊ സമഷ്കരി ഭാഷാപരമായിട്ട് വിശദീകരിക്കുന്ന ഒരു തഫ്സീറാണ്. അതിൽ അദ്ദേഹം ഇതിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഇദാ സല്ല സൗബു അൻ വജ്ഹിൽ മർഅ, ഒരു സ്ത്രീയുടെ മുഖത്ത് നിന്ന് വസ്ത്രം നീങ്ങിപ്പോയാൽ നമുക്ക് എന്ത് പറയാം? അതിനി സൗബക്കി അലാ വജ്ഹിക്ക്, നിന്റെ മുഖത്ത് ആ വസ്ത്രം ഇട്ടോ, വസ്ത്രം താഴ്ത്തിയിട്ടോ എന്ന് നമുക്ക് പറയാം. അപ്പൊ ഭാഷാപരമായിട്ട് തന്നെ യുദിനി എന്ന പ്രയോഗം എന്തിനെ കുറിക്കുന്നു? മുഖത്ത് വസ്ത്രം ഇടുന്നതിനെ അത് കുറിക്കുന്നു എന്ന് ഭാഷാ പണ്ഡിതനായ സമഷ്കരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുകയാണ്. ഇതേപോലെ തന്നെ അബൂ ഹയ്യാൻ അദ്ദേഹം ഇതേപോലെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ആളാണ്. അദ്ദേഹം ഇതിന് അർത്ഥം കൊടുത്തിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? അലാ വുജൂഹിഹിന്ന എന്നാണ് ഇതിന്റെ അർത്ഥം. യുദിനീന അലൈഹിന്ന എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നു, അലൈഹിന്ന എന്നതിന്റെ അർത്ഥം അവിടെ വരിക അലാ വുജൂഹിന്ന, അവരുടെ മുഖത്തിലൂടെ എന്നുള്ളതാണ്. കാരണം ലിഅന്നല്ലദീ കാന യബ്ദൂ മിൻഹുന്ന ഫിൽ ജാഹിലിയ്യ, ജാഹിലിയ കാലഘട്ടത്തിൽ സ്ത്രീകളാരും വസ്ത്രം ധരിക്കാതെ നടന്നിട്ടില്ല. ജാഹിലിയ കാലഘട്ടത്തിൽ സ്ത്രീകൾ ചെയ്തിരുന്നത് എന്തായിരുന്നു? അവര് മക്കന ധരിക്കും, തലമറക്കും. എന്നിട്ട് തലമറച്ച തുണി അല്ലെങ്കിൽ ആ മക്കന അവര് പിന്നിലേക്ക് മുതുകിലേക്ക് താഴ്ത്തിയിടും. അതിനെതിർക്കാണ് ഖുർആൻ ചെയ്യുന്നത്. മുസ്ലിം സ്ത്രീകൾ ചെയ്യേണ്ടത് ജാഹിലിയ കാലഘട്ടത്തിലെ സ്ത്രീകൾ ചെയ്തതല്ല. അവർ അവരുടെ തലമറച്ച ആ വസ്ത്രം എന്ത് ചെയ്യട്ടെ? അവർ അവരുടെ മുഖത്തുകൂടി താഴ്ത്തിയിരട്ടെ എന്നുള്ളതാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് അന്നല്ലദീ കാന യബ്ദൂ മിൻഹുന്ന ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിൽ അവരിൽ നിന്ന് വെളിവായിരുന്നത് ഹുവ അൽ വജ്ഹു, അത് മുഖമായിരുന്നു. ആ മുഖം മറച്ചുകൊണ്ട് അവരുടെ ജിൽബാബ് താഴ്ത്തിയിരട്ടെ എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം എന്നുള്ളത് ഇതിനെ ഭാഷാപരമായിട്ട് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരും ഇത് പറയണം. ഇത് മാത്രമല്ല, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നു, വകാനു ഖബ്ല അൻ തുനസ്സല ആയത്തുൽ ഹിജാബി, ഹിജാബിന്റെ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നതിന്റെ മുമ്പ് കാരണം നിസാഉ യഖ്റുജുന ബിലാ ജിൽബാബിൻ, ജിൽബാബ് ഇല്ലാതെയായിരുന്നു സ്ത്രീകൾ പുറത്തു പോയിരുന്നത്. ഇതൊക്കെ എന്തിനാ വിശദീകരിക്കുന്നത്? ഇതൊക്കെ ഇസ്ലാമിക ലോകത്ത് മുസ്ലിം പണ്ഡിതന്മാര് പഠിപ്പിച്ചെന്ന കാര്യങ്ങളാണ്. ഇതൊന്നും തിരിയാതെ ഇതിനെ പരിഹസിക്കാനും ഇതിനെ കളിയാക്കാനും നടന്നാല് വളരെ മോശമായിട്ട് ഇതിനെ പരിഹസിക്കേണ്ടത് നമ്മുടെ മുസ്ലിങ്ങൾ തന്നെ ഇതിനെ പരിഹസിക്കുന്നുണ്ട്, വളരെ മോശമായിട്ട്. ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യത്തെ പരിഹസിച്ചാൽ എന്താ അതിൻ്റെത്? അവൻ ഇസ്ലാമിന്ന് പുറത്തു പോകും. ഇസ്ലാമിന്ന് പുറത്തു പോകുന്ന 10 കാര്യങ്ങളെ പറ്റി പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ പരിഹസിക്കാൻ ആളുകള്. അപ്പോ ഇത് എന്റെ കയ്യിലിപ്പോ എനിക്ക് പുതിയതായിട്ട് കിട്ടിയ ഈ മാസത്തേതാണെന്ന് എനിക്ക് തോന്നണം, അല്ലെ? ആരാമം, ഈ മാസത്തെ ആരാമം, ജനുവരി. ഇതില് കുറച്ച് ആളുകളോടുള്ള അഭിമുഖമാണ് കൊടുത്തിട്ടുള്ളത്. കുറെ ആളുകളോടുള്ള അഭിമുഖം. ഒന്ന് നേരത്തെ പറഞ്ഞ ഡോക്ടറോടാണ്. അതാ നമ്മൾ എന്ത് പറഞ്ഞത്? ഡോക്ടർ ഫസൽ ഗഫൂർ. വളരെ മോശമായിട്ട് അയാൾ പറയുന്നത് ഇത് കാട്ടറബികളുടെ സംസ്കാരമാണ്, ഇത് സൗദി അറേബ്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഇതിന്റെ മുഖം മറക്കുന്ന പർദ്ദ അത് ഇസ്ലാമികമല്ല, ഇതൊക്കെയാണ് മുപ്പരുതിയിലെ അഭിപ്രായം പറയുന്നത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എന്ത്? പണ്ഡിതന്മാര് ഖുർആൻ ഹദീസും ആയത്തും പറയേണ്ടത് ഡോക്ടർമാരെ പണിയല്ല. അവരാ പണി എടുക്കട്ടെ, അവർ വയലാറിയ നടക്കണോ? എന്നിട്ട് ഇസ്ലാമികമല്ല. ഇതേപോലെ തന്നെ ഇതിൽ അബ്ദുള്ള വളരെ മോശമായിട്ടാ, സ്ത്രീകൾ മുഖം മറച്ചുകൊണ്ട് പൊതു ഇടങ്ങളിൽ ഇറങ്ങാനേ പാടില്ല, മുഖം മറച്ചു കഴിഞ്ഞാൽ പെണ്ണിന്റെ അസ്തിത്വവും വ്യക്തിത്വവും ഇല്ലാതാവും. എന്നിട്ട് അങ്ങനെ
ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ പല ആളുകളോടുള്ള അഭിമുഖത്തിലുണ്ട്. അബ്ദുസലാം സുല്ലമി, അതേപോലെ തന്നെ ഖദീജ നർഗീസ്, അതേപോലെ തന്നെ ഹുസൈൻ മടവൂര്, അതേപോലെ കെ ഫാത്തിമ സുഹറ ഒക്കെ. ഫാത്തിമ സുഹറ പറയുന്നത് എന്താരോ, ഫാത്തിമ സുഹറ പറയുന്നത് ഹജ്ജിൽ സ്ത്രീകൾ മുഖം തുറന്നിടണം. അതെല്ലാരും തെളിവായിട്ട് പിടിച്ചിട്ടുണ്ട്. സ്ത്രീകൾ മുഖം മറക്കണ്ട എന്നുള്ളതിന്റെ തെളിവ്, മുഖം മറക്കണം എന്നുണ്ടെങ്കിൽ ഹജ്ജിൽ മറക്കണമല്ലോ. ഇൻഷാ അല്ലാഹ് നമ്മൾ ആ തെളിവ് വിശദീകരിക്കുന്നുണ്ട്. ഹജ്ജിൽ മറക്കണം എന്നുള്ളതാണ്, മറക്കണ്ട എന്നുള്ളതല്ല. ഹജ്ജിനോ ഉംറയ്ക്കോ പോകുമ്പോ എന്നിട്ട് ഇതിൽ പറയുന്നത് ഹജ്ജിൽ സ്ത്രീകൾ മുഖം തുറന്നിടണം എന്നല്ല, മുഖം മറക്കരുത് എന്നാണ് ശാസന. അതിനർത്ഥം മുഖം മറക്കൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു ആചാരമല്ല. മുഖം മറക്കൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരാചാരം അല്ല. ഞാൻ വായിച്ച തഫ്സീർ എന്താ, ആയത്തിൽ പറഞ്ഞത് എന്താ? അവരുടെ ജിൽബാബുകള് അവരുടെ മീതെ അവർ അത് താഴ്ത്തിരട്ടെ. അതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു, ഇബ്നു അബ്ബാസിനേക്കാൾ പ്രഗത്ഭനായ, അത്രക്കും പ്രഗത്ഭനായ സ്വഹാബിയാണ്. സ്വഹാബികളുടെ കൂട്ടത്തിൽ തന്നെ എൽമു കൊണ്ട് പ്രഗത്ഭനാണ് ഇബ്നു അബ്ബാസ്. ഇബ്നു അബ്ബാസ് കൊടുത്ത വ്യാഖ്യാനം എന്താ? അതേപോലെ തന്നെ താബി പണ്ഡിതന്മാർ മുഹമ്മദ് ബിൻ സീരിയിൽ നിന്നുള്ള റിവായത്തിൽ പറഞ്ഞത് എന്താ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അതേപോലെ തന്നെ ഭാഷാ പണ്ഡിതന്മാര്, ഇസ്ലാമിക ലോകത്ത് ജീവിച്ച ഭാഷാ പണ്ഡിതന്മാര് പറഞ്ഞത് എന്താ? എന്നിട്ട് പറയുന്നത് എന്താ? മുഖം മറക്കൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു ആചാരമല്ല. അബ്ദുള്ള പറയുന്നത് അങ്ങനെ തന്നെ. സ്ത്രീകൾ മുഖം മറച്ചുകൊണ്ട് പൊതുയിടങ്ങളിൽ ഇറങ്ങാനേ പാടില്ല. അങ്ങനെ ഒരു തെളിവ് ഇസ്ലാമിലില്ല. ഇതിന് പിന്നിൽ പുരുഷന്റെ സ്വാർത്ഥതയാണ്. എല്ലാ പെണ്ണിനെയും എനിക്ക് നോക്കാം, എന്റെ പെണ്ണിനെ ആരും നോക്കേണ്ടെന്ന സ്വാർത്ഥതയും വാശിയുമാണ്. ഇത് പറഞ്ഞിട്ട് ഇതിനെ വളരെ മോശമായിട്ട് പരിഹസിക്കാണ്. ഈ അബ്ദുള്ളക്ക് അബുലാല മൗദൂദി എഴുതിയതെങ്കിലും ഒന്ന് വായിച്ചു നോക്കിക്കണമെങ്കിൽ ഈ ജാതി ബഡായി പൊട്ടിക്കൂലായിരുന്നു. അബുലാല മൗദൂദി എഴുതിയത് എന്താന്നുള്ളത് ഞാൻ സമയം ഉണ്ടെങ്കിൽ അത് വായിക്കുന്നുണ്ട്. അയാള് അബുലാല മൗദൂദി പറഞ്ഞത് നമുക്ക് ദീനിൽ തെളിവായത് കൊണ്ടല്ല, പക്ഷെ ഇവരൊക്കെ ഏറ്റി നടക്കുന്ന ആളായത് കൊണ്ട് പറയണം. അദ്ദേഹം മുഖം മറക്കൽ നിർബന്ധമാണെന്നുള്ള അഭിപ്രായക്കാരനാണ് അബുലാല മൗദൂദി. എന്താണെങ്കിലും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഹിജാബിന്റെ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നതിന്റെ മുമ്പ് സ്ത്രീകൾ പുറത്തു പോയിരുന്നത് ബിലാ ജിൽബാബ് ഇല്ലാതെയിരുന്നു. യറാ റജുലു വജ്ഹഹ വയദൈഹ, പുരുഷന്മാർ അവരുടെ മുഖവും അവരുടെ രണ്ട് കൈകളും കണ്ടിരുന്നു. വക്കാന ഇദാക യജൂസു ലഹ അൻ തുൽഹിറൽ വജ്ഹ വൽ കഫൈനി, ആ കാലഘട്ടത്തിൽ മുഖവും രണ്ട് കൈപ്പടങ്ങളും വെളിവാക്കുക എന്നുള്ളത് അവർക്ക് അനുവദനീയമായിരുന്നു. കാരണം ഹിജാബിന്റെ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നതിന്റെ മുമ്പ്. വക്കാന ഹീന യജൂസു അൻ നദുർ ഇലൈഹ ലിഅന്നഹു യജൂസു ലഹാ ഇൽഹാറ. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം പറയുന്നു, സുമ്മ ലമ്മ അൻസലല്ലാഹു ആയത്തുൽ ഹിജാബ്, പിന്നീട് അള്ളാഹു ഹിജാബിന്റെ ആയത്ത് അവതരിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം ആയത്തുകൾ എടുത്തു കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തുകൾ, ഈ ആയത്തുകളൊക്കെ എടുത്തു കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടതോടുകൂടി ഹജബൻ നിസാഉ അനി റിജാലി, പുരുഷന്മാർക്ക് ഒരു ഹിജാബ്, അന്യപുരുഷന്മാരിൽ നിന്നും സ്ത്രീകൾക്കൊരു ഹിജാബ് സ്വീകരിക്കൽ നിർബന്ധമായി തീർന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വൽ ജിൽബാബ് ഹുൽ മലാ, എന്താണ് ജിൽബാബ്? അതൊരു സ്ത്രീയുടെ ശരീരത്തെ മൊത്തം മറക്കുന്ന വസ്ത്രമാണ്. ഇബ്നു മസ്ഊദ് പറഞ്ഞതുപോലെ റിദാ, തട്ടം എന്ന് വേണമെങ്കിൽ അതിന് പറയാം, ഇസാർ എന്ന് വേണമെങ്കിൽ അതിന് പറയാം. ആ വസ്ത്രത്തിന്റെ പ്രത്യേകത വഹുവൽ ഇസാറുൽ കബീർ, അത് വലിയൊരു വസ്ത്രമാണ് ജിൽബാബ് എന്നത്. അല്ലദീ യുഗത്തി റഅസഹ വസാഇറു ബദനിഹ, അത് അവരുടെ തല മറക്കുന്നു, അവരുടെ ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങളും മറക്കുന്നു. എന്നിട്ട് സുമ്മ യുഖാലു ഫഇദാ കുന്ന മഅ്മൂറാത്തും ബിൽ ജിൽബാബി, അവർ ആ ജിൽബാബ് ധരിക്കാൻ കൽപ്പിക്കപ്പെടാനുള്ള കാരണം ലിഅല്ലാ യറഫ്ന വഹുവ സത്റുൽ വജ്ഹി ഔ സത്റുൽ വജ്ഹ് ബിൻ നിഖാബ്. എന്നിട്ട് അദ്ദേഹം ആ കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് പറയാണ്, അത് മുഖം മറക്കലാണ്. എങ്ങനെ? ബിൻ നിഖാബി, നിഖാബ് കൊണ്ട്. കാനൽ വജ്ഹു വൽ യദാനി മിനസ്സീന, സീനത്തിൽപ്പെട്ടതാണ് സ്ത്രീയുടെ മുഖവും രണ്ട് കൈകളും. അതുകൊണ്ട് അത് മറക്കാനാണ് അള്ളാഹു ഈ ആയത്തിലൂടെ കൽപ്പിച്ചത് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിം ഈ ഇതിന്റെ തഫ്സീറിൽ വിശദീകരിക്കുകയാണ്. അപ്പൊ നമ്മള് അഹ്സാബിലെ 59ാമത്തെ ആയത്താണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയത്. ആ ആയത്തിൽ നമ്മൾ പഠിച്ചത് എന്താ? അവർ അവരുടെ ജിൽബാബുകൾ താഴ്ത്തിയിരട്ടെ. ആ താഴ്ത്തിയിടേണ്ട രൂപം എന്താണ്? അവർ അവരുടെ തലയിൽ നിന്ന് ആ വസ്ത്രം അവരുടെ മുഖത്തിലൂടെ താഴ്ത്തിയിരണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ ഇതാണ് നമുക്ക് അതിന്റെ ഒന്നാമത്തെ തെളിവ് ഖുർആനിൽ നിന്ന്. ഇനി രണ്ടാമത്തെ തെളിവ് ഏതാണ്? രണ്ടാമത്തെ തെളിവ് സൂറത്തു നൂറിൽ അല്ലാഹ് പറഞ്ഞു, സൂറത്തു നൂറിലെ 31ാമത്തെ ആയത്ത്, വഖുല്ലിൽ മുഅ്മിനീന യഗ്ളുദുന മിൻ അബ്സാരിഹിന്ന. രണ്ടാമത്തെ തെളിവ് ഖുർആനിൽ നിന്ന്. കാരണം ഇതിലൊരു തെളിവില്ല എന്നുള്ളതാണല്ലോ.
സ്ത്രീക്ക് മുഖം മറക്കാൻ ഒരു തെളിവില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ തെളിവുകളൊക്കെ സ്ത്രീക്ക് മുഖം മറക്കൽ നിർബന്ധമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ അതിന് തെളിവായിട്ട് കൊണ്ടുവരുന്ന ആയത്തുകളാണ്. എന്താണ്? വഖുല്ലിൽ മുഅ്മിനാത്തി, സത്യവിശ്വാസിനികളോട് പറയണം, യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, അവർ അവരുടെ ദൃഷ്ടികൾ താഴ്ത്തിക്കൊള്ളട്ടെ, വയഹ്ഫദ്ന ഫുറൂജഹുന്ന, അവർ അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ കാത്തു സൂക്ഷിക്കട്ടെ, വലാ യുബ്ദീന സീനതഹുന്ന, അവർ അവരുടെ സീനത്ത് വെളിവാക്കരുത്, ഇല്ലാ മാ ലഹറ മിൻഹാ, സ്വമേധയാ വെളിവാകുന്നതല്ലാതെ, അതല്ലാത്ത സീനത്തൊന്നും സ്ത്രീ എന്ത് ചെയ്യരുത്, അത് കാണിച്ചു കൊടുക്കരുത് അന്യപുരുഷന്മാർക്ക്. വല്യളിരിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, വല്യളിരിബിന, ആ സ്ത്രീകൾ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. ഇത് കൽപ്പനയാണ്, ഖുർആനിന്റെ കൽപ്പനയാണ്. പിന്നെ എങ്ങനെ ഒരാൾക്ക് ഇതിനൊക്കെ പരിഹസിക്കാൻ പറ്റുക എന്നുള്ളതാണ്. വല്യളിരിബിന ഖുർആന്റെ വ്യക്തമായി നസ്സാണ്. ഇനി തെളിവ് ചോദിക്കരുത്. വല്യളിരിബിന, അവർ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ, ബിഖുമുരിഹിന്ന, അവരുടെ മുഖമക്കനകൾ, അലാ ജുയൂബിഹിന്ന, ജൈബ് ജുയൂബ്, അവരുടെ സ്വദർ അല്ലെങ്കിൽ അവരുടെ നെഞ്ച്, അവരുടെ മാറിടം, ആ മാറിടത്തിലൂടെ അവരുടെ മുഖമക്കനകൾ, തലയിലുള്ള മക്കന, അതവർ താഴ്ത്തിയിരട്ടെ. ഇത് സൂറത്ത് നൂറിലെ 31-ാമത്തെ ആയത്ത്. എന്താ ഈ ആയത്തിൽ പറഞ്ഞത്? കുറെ മര്യാദകൾ പറഞ്ഞിട്ട് പറയണത്, ദീർഘമായിട്ടുള്ള ഒരു ആയത്താണ്. ആയത്തിൽ പറയുന്നത് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, വലാ യുബ്ദീന സീനത്തഹുന്ന ഇല്ലാ മാ ലഹറ മിൻഹ, അവർ അവരുടെ സീനത്ത് വെളിവാക്കരുത്, ഇല്ലാ മാ ലഹറ മിൻഹ, സ്വമേധയാ വെളിവാകുന്നതല്ലാതെ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്ത്രീയുടെ സീനത്ത്, ആ സീനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അത് മുഖമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമല്ല. അത് പണ്ഡിതന്മാരൊക്കെ അത് വ്യക്താക്കിയിട്ടുണ്ട്, എല്ലാ പണ്ഡിതന്മാരും അത് വ്യക്താക്കിയിട്ടുണ്ട്. ഇനി ചില ആളുകള് ഇവിടെ ഒരു വ്യാഖ്യാനം പറയാറുണ്ട്, എന്ത്, വെളിവാകുന്ന സൗന്ദര്യത്തിൽപ്പെട്ടതാണ് മുഖവും മുൻകൈയും എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ വ്യാഖ്യാനം നമ്മൾ സമയം ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ അവസാനം പറയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ചില ആളുകൾ പറയാറുള്ളത്. അതിന്റെ വ്യാഖ്യാനത്തിന്റെ എന്താന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, മുഖവും മുൻകൈയും വെളിവാകുന്ന സൗന്ദര്യത്തിൽപ്പെട്ടതാണോ അല്ലേ? അധിക ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അത് വെളിവാകുന്ന സൗന്ദര്യത്തിൽപ്പെട്ടതാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. വലാ യുബ്ദീന സീനത്തഹുന്ന ഇല്ലാ മാ ലഹറ മിൻഹ, അവളുടെ സീനത്തിൽ നിന്ന് ഒന്നും തന്നെ അവർ വെളിവാക്കരുത്, ഇല്ലാ മാ ലഹറ മിൻഹ, സ്വമേധയാ വെളിവാകുന്നത്. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, സ്വമേധയാ വെളിവാകുന്നതാണോ മുഖവും മുൻകൈയും, അതല്ല ഒരു സ്ത്രീ വെളിപ്പെടുത്തുന്നതാണോ? മുഖം ഒരു സ്ത്രീക്ക് വേണമെങ്കിൽ മറക്കാം, മറക്കാതിരിക്കാം. അപ്പൊ അത് വെളിവാകുന്നതാണോ അതോ വെളിപ്പെടുത്തുന്നതാണോ? അത് വെളിപ്പെടുത്തുന്നതാണ്. അപ്പൊ ഇതിന്റെ വെളിപ്പെടുത്തുന്നതാണ്. ഇവിടെ പറഞ്ഞ എന്താ, അൽഹറ എന്നാണെങ്കിൽ അർത്ഥം കറക്റ്റാ, വെളിപ്പെടുത്തുന്നത്. പക്ഷെ ഇവിടെ ഖുർആന്റെ പ്രയോഗം അൽഹറ എന്നല്ല, പിന്നെന്താ, ലഹറ, വെളിവാകുന്നത് എന്നാണ്, വെളിപ്പെടുത്തുന്നത് എന്നല്ല. അപ്പൊ ഒരു സ്ത്രീയുടെ മുഖം അവർക്ക് വേണമെങ്കിൽ മറച്ചു പിടിക്കുക, അത് വെളിവാക്കാം. രണ്ട് കൈകള് അത് വേണമെങ്കിൽ വെളിപ്പെടുത്താൻ, മറച്ചു പിടിക്കുക. അപ്പൊ അത് വെളിവാകുന്ന സൗന്ദര്യത്തിൽപ്പെട്ടതല്ല അത്, മുഖവും മുൻകൈയും. ചില ആളുകൾ അതിനെ തെറ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അവ മുഖവും മുൻകൈയും എന്നുള്ളത് സ്ത്രീ മനഃപൂർവ്വം വെളിപ്പെടുത്തിയാലേ അത് വെളിവാകുള്ളൂ, മറച്ചു പിടിച്ചാൽ അതെങ്ങനെ വെളിവാകുക? അപ്പൊ പിന്നെ ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം നമ്മൾ തഫ്സീറുകളിലേക്ക് വരിക. അതിന്റെ അർത്ഥം വിശദീകരിക്കേണ്ടത്, വ്യാഖ്യാനിക്കേണ്ടത് നമ്മളല്ലല്ലോ. ഇതിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇതിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഇവിടെ സ്വമേധയാ വെളിവാകുന്ന സൗന്ദര്യം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, എന്താണ്, അർരിദാഉ അസ്സിയാബു, ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഒരു സ്ത്രീ ധരിച്ചിരിക്കുന്ന അവളുടെ ആ ജിൽബാബ്, ആ ധരിച്ചാൽ അവളെ കാണുന്ന ആ രൂപം, അതൊരിക്കലും അവൾക്ക് എന്താക്കാൻ പറ്റൂല, മറച്ചു പിടിക്കാൻ പറ്റൂല. ആ മറച്ചു വെക്കാൻ സാധിക്കാത്ത സൗന്ദര്യം, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. മറച്ചു വെക്കാൻ സാധിക്കാത്ത, അത് ആര് പറഞ്ഞ? ഇബ്നു കസീർ പറഞ്ഞു, മാലാ യുംകിനു ഇഖ്ഫാഉഹു, അതൊരിക്കലും ഒരു സ്ത്രീക്ക് മറച്ചു വെക്കാൻ പറ്റൂല. മുഖം മറച്ചു വെക്കാൻ പറ്റാത്തതാ ആണോ? അല്ലല്ലോ. പിന്നെ മറച്ചു വെക്കാൻ പറ്റാത്തത് എന്താ? ഒരു സ്ത്രീ ജിൽബാബ് ധരിച്ചാലും അവളുടെ ഒരു ആകൃതി ഉണ്ട്, അവളുടെ ഒരു പിന്നെ കാണുന്ന ഒരു രൂപമുണ്ട്, ഒരു കോലുണ്ട്, ഒരു സ്ത്രീ എന്നുള്ള ഒരു അസ്തിത്വം ഉണ്ട്. അതൊരാൾക്ക് മറച്ചു പിടിക്കാൻ കഴിയില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
മറച്ചു വെക്കാൻ സാധിക്കാത്തത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് ആരാ? നേരത്തെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭനായ ആളാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അതിന് കൊടുത്ത വ്യാഖ്യാനം എന്താണ്? ഒരു സ്ത്രീ ധരിക്കുന്ന അവളുടെ സിയാബ്, വസ്ത്രം, അത് അവൾ ധരിച്ചിട്ട് അവൾക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ, അത് മറച്ചു വെക്കാൻ പറ്റുമോ? ആ രൂപം ആകൃതി കാണൂലേ? അതേപോലെ തന്നെ റിദാ, അവളുടെ ആ മൂട്, പടം, മേലാട എന്നൊക്കെ പറയാം, ആ ജിൽബാബ്, ആ ഹിജാബ്, അത് മറച്ചു പിടിക്കാൻ കഴിയില്ല. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ എന്നാ പറഞ്ഞത്. വെളിവാകുന്നതല്ലാതെ, സ്വയം വെളിപ്പെടുത്തുന്നതല്ലാതെ ബാക്കിയുള്ള സീനത്തൊക്കെ അവര് മറച്ചു പിടിക്കണം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് സ്ത്രീയുടെ ഏറ്റവും വലിയ സീനത്ത് അത് മുഖമാണ് എന്നുള്ളത്. ഇത് മാത്രല്ല, വിശുദ്ധ ഖുർആനിൽ തന്നെ ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. അതുകൂടി വായിച്ചാൽ ഇത് സംഗതി ക്ലിയർ ആവും. സ്ത്രീയുടെ സീനത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താ? വലാ യദ്രിബുന ബിഅർജുലിഹിന്ന ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനത്തിഹിന്ന. പെണ്ണുങ്ങളോട് അല്ലാഹ് കൽപ്പിക്കാൻ എന്ത്? അന്യപുരുഷന്മാരുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കാല്, അവരുടെ പാദസരത്തിന്റെ ശബ്ദം ആളുകളെ കേൾപ്പിച്ച്, അന്യപുരുഷന്മാരെ കേൾപ്പിച്ച് അവരെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത്? നിങ്ങളുടെ കാലിട്ടടിക്കരുത്, അത് ശബ്ദം ഉണ്ടാക്കരുത് എന്നുള്ളത് ഈ ആയത്തിന്റെ സൂറത്ത് നൂറിലെ 31-ാമത്തെ ആയത്തിലുണ്ട്. ഇതിനെ വിശദീകരിച്ചിട്ട് ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരു പാദസരത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫിത്തന, ആ ഫിത്തനാണോ ഒരു സ്ത്രീയുടെ മുഖം കാണുമ്പോൾ ഉണ്ടാകുന്ന ഫിത്തനാണോ വലുത്? ഒരു സംശയമല്ല, വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഷെയ്ഖ് ഉസൈമീൻ വിശദീകരിക്കുന്നത്, ഒരു പാദസരത്തിന്റെ ശബ്ദം കേട്ടു എന്ന് കരുതുക, എന്നാൽ തന്നെ ആ സ്ത്രീ വയസ്സായ സ്ത്രീയാണോ, സൗന്ദര്യമുള്ള സ്ത്രീയാണോ, സൗന്ദര്യമില്ലാത്ത സ്ത്രീയാണോ, ആരോഗ്യമുള്ള പെണ്ണാണോ, ആരോഗ്യമില്ലാത്ത, ഇതൊന്നും ഒരാൾക്ക് തിരിച്ചറിയാൻ പറ്റൂല. പക്ഷെ എന്നിട്ട് പോലും ഖുർആൻ എന്ത് പറഞ്ഞു? ആ പാദസരത്തിന്റെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങളുടെ അലങ്കാരങ്ങൾ കാണിച്ചുകൊണ്ട് അന്യപുരുഷന്മാരുടെ ശ്രദ്ധ നിങ്ങൾ വാങ്ങിക്കരുതെന്ന് ഖുർആൻ ഇവിടെ നിർദ്ദേശിക്കാണ്. അപ്പൊ അതുപോലും ഖുർആനെ ഹറാമാക്കി. ഏത്? ആ പാദസരത്തിന്റെ ശബ്ദം കേൾപ്പിക്കുന്നത് പോലും ഹറാമാക്കി. അതുപോലും സീനത്തിൽപ്പെട്ടതാണ്. ആ സീനത്ത് ആ മറച്ചു വെച്ച സീനത്ത് നിങ്ങൾ എന്താക്കരുത്? അത് കാലിട്ടടിച്ചിട്ട് അന്യപുരുഷന്മാരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ രൂപത്തിലുള്ള ഏർപ്പാടുകൾ ചെയ്യരുത് എന്നുള്ളത് സ്ത്രീകളെ ഖുർആന് വിലക്കാണ്. അപ്പോ ആ സീനത്ത് പോലും ഖുർആൻ ഹറാമാക്കിയെങ്കിൽ നമുക്കറിയാം, ഷെയ്ഖ് ഉസൈമീൻ വിശദീകരിക്കാണ്, അതിനേക്കാൾ വലിയ ഫിത്തനയാണല്ലോ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയുടെ മുഖം കണ്ടാൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ മുഖം. ഇന്ന് എല്ലാവിധ പരസ്യ പലകളിലും സ്ത്രീകളുടെ മുഖാണ്, അല്ലെങ്കിൽ സ്ത്രീകളുടെ കൈകളാണ്. ഒരു ജ്വല്ലറിന്റെ പരസ്യമാണെങ്കിലും എന്തിന്റെ പരസ്യമാണെങ്കിലും. അപ്പൊ അത് ഏറ്റവും ആരെയും ആകർഷിക്കുന്ന ഒന്നാണ്. ഏറ്റവും വലിയ സീനത്ത് തന്നെയാണ് ഒരു സ്ത്രീയുടെ മുഖം എന്നുള്ളത്. മാത്രമല്ല, നിക്കാഹിന്റെ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു നോക്കേണ്ടത്, അത് ഹലാലാക്കിയ ഒരു സന്ദർഭം, വിവാഹാന്വേഷണം നടത്തുമ്പോൾ ആ സ്ത്രീയെ പോയിട്ട് നോക്കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അത് മുഖത്ത് നോക്കാനാണ്. എന്നിട്ട് ഷെയ്ഖ് ഉസൈമീൻ അതിന് വിശദീകരിക്കുന്നുണ്ട്. അത് ഒരുപാടുള്ളത് കൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് വിശദീകരിക്കാതെ പോകുന്നതാണ്. ഷെയ്ഖ് ഉസൈമീൻ പറയുന്നത്, ഒരു സ്ത്രീയുടെ അവയവങ്ങൾക്ക്, കയ്യിന്, കാലിനൊക്കെ തകരാറുണ്ട്. പക്ഷെ ആ മുഖം നമുക്ക് ആകർഷണീയമായി തോന്നിയാൽ എന്ത് ചെയ്യും? നമ്മൾ അവളെ വിവാഹം ചെയ്യും. പക്ഷെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ സൗന്ദര്യമുണ്ട്, മുഖം ആകർഷണീയമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വിവാഹാലോചന മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നൊക്കെ ഷെയ്ഖ് ഉസൈമീൻ അതിനെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോ അവരുടെ ഏറ്റവും വലിയ സീനത്ത് എന്തെന്നെയാണ്? അത് മുഖാണ്. അപ്പോ ഇല്ലാമാ ലഹറ മിൻഹ, സ്വമേധയാ വെളിപ്പെടുന്നതല്ല മുഖവും രണ്ട് മുൻകൈകളും. അത് ഖുർആന്റെ അർത്ഥത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞ എന്താ? ചില ആളുകൾ പറയാറുണ്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇവിടെ സ്വമേധയാ വെളിവാകുന്നത് എന്നുകൊണ്ടുള്ള ഉദ്ദേശം അൽ വജ്ഹു വൽ കഫൈൻ, പെണ്ണിന്റെ മുഖമാണ്, അതേപോലെ തന്നെ അവളുടെ മുൻകൈകളാണ് എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചിട്ടുള്ളത് വെളിവാക്കാൻ പറ്റാത്ത സീനത്ത് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇബ്നു കസീർ തന്നെ തഫ്സീറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇബ്നു കസീർ തന്നെ തഫ്സീറിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്ത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ പറഞ്ഞ എന്താ? സ്വമേധയാ വെളിവാകുന്ന സൗന്ദര്യത്തിലല്ല, സീനത്തിലല്ല മുഖവും മുൻകൈ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞ എന്താ? അവൾ വെളിവാക്കരുത് എന്ന് പറയുന്ന സീനത്തിലാണ് ഏതെണ്ണീട്ടുള്ളത്? മുഖവും
കൈപ്പത്തികൾ എണ്ണിട്ടുള്ളത്. അത് ഇബ്നു കസീർ തന്നെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. ആർക്കും അത് എടുത്തു നോക്കി കാണാം, ഇബ്നു കസീർ തന്നെ. പിന്നെ സ്ത്രീകള് മുഖം മുൻകൈയും അത് ജായിസാണ്, അത് മറക്കേണ്ടതില്ല എന്ന് പറയുന്നത് തെളിവായിട്ട് കൊണ്ടുവരുന്ന ഒരു ഹദീസാണ് അസ്മാ റളിയല്ലാഹുവിന്റെ ഹദീസ്. ആ ഹദീസ് ലൈഫാണ്. അത് നമ്മൾ അവസാനത്തിൽ നമ്മളത് വിശദീകരിക്കും. അപ്പോ ഇതാണ് നമുക്കുള്ള രണ്ടാമത്തെ തെളിവ്. എന്താ പറഞ്ഞത്? വലിയ ലിരിബിന ബിഹുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന. അപ്പോ സ്വമേധയാ വെളിപ്പെടുന്നതല്ലാത്ത അവരുടെ സീനത്ത് എന്ത് ചെയ്യരുത്? അവർ വെളിവാക്കരുത്. അതിന്റെ തൊട്ടടുത്ത ഭാഗം വലിയ ലിരിബിന, അവർ താഴ്ത്തിയിരട്ടെ. ബിഹുമുരിഹിന്ന, അവരുടെ മുഖമക്കനകൾ, അവരുടെ ഹിമാറുകൾ, അലാ ജുയൂബിഹിന്ന, അവരുടെ മാറിടത്തിലേക്ക് താഴ്ത്തിയിരട്ടെ. ഈ താഴ്ത്തിയിടൽ എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ജാഹിലിയ കാലഘട്ടത്തിൽ അവർ തല മറക്കാറുണ്ട്. പക്ഷെ തല മറക്കുമ്പോൾ അവരെന്ത് ചെയ്യും? അത് പിന്നിലേക്ക് താഴ്ത്തിയിടുന്ന നമ്മുടെ കേരളത്തിൽ ചെയ്യുന്നത് പോലെ തന്നെ. എന്നിട്ട് ജാഹിലിയ കാലഘട്ടത്തിലെ സ്ത്രീകൾ ചെയ്തിരുന്നത് അവരുടെ കമ്മൽ, അവരുടെ കാത്, അവരുടെ കഴുത്ത്, അതേപോലെ തന്നെ അവരുടെ കൈകൾ, ആ വിരലുകളുടെ സൗന്ദര്യം, ഇതൊക്കെ അവർ കാണിച്ചുകൊണ്ട് നടക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഇസ്ലാം സ്ത്രീക്ക് ആദരവ് കൊടുക്കുകയാണ്. സ്ത്രീയെ പരസ്യപലകയിൽ അല്ലെങ്കിൽ ഉപഭോഗ സംസ്കാരത്തിന്റെ ഭാഗമാക്കി മാറ്റേണ്ട ഒന്നല്ല സ്ത്രീ. സ്ത്രീക്ക് ഒരു അസ്തിത്വമുണ്ട്, ഒരു വ്യക്തിത്വമുണ്ട്. അത് അംഗീകരിച്ചു കൊടുക്കുകയാണ്. സ്ത്രീയുടെ സൗന്ദര്യം നോക്കിയിട്ട് ആളുകൾ വ്യഭിചരിക്കാൻ പാടില്ല. ഇപ്പൊ ഏതൊരു പുരുഷന്റെ മനസ്സിലും ആ മുഖം കാണുമ്പോഴാണ് ആകർഷണീയത വരുന്നത്. പിന്നെ മനസ്സുകൊണ്ടുള്ള വ്യഭിചാരാണ്. അപ്പൊ സ്ത്രീക്ക് ശരിക്കും സുരക്ഷിതത്വമാണ് ഇസ്ലാം കൊടുക്കുന്നത്. അബ്ദുള്ള പറഞ്ഞതുപോലെ ഇസ്ലാം സ്ത്രീ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകല്ല, അല്ലെങ്കിൽ ഇത് കാട്ടറബികളുടെ സംസ്കാരമല്ല. സ്ത്രീകളുടെ വ്യക്തിത്വം, അവരുടെ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. വേറെ ആരും അന്യപുരുഷന്മാർ അവരുടെ മുഖം നോക്കിയിട്ട് വ്യഭിചരിക്കുന്ന, മനസ്സുകൊണ്ടെങ്കിലും വ്യഭിചരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇസ്ലാം ഉണ്ടാക്കുന്നില്ല. അവരുടെ സൗന്ദര്യം എന്നുള്ളത് അവരുടെ ഭർത്താവിന് അവകാശപ്പെട്ടതാണ്. അപ്പൊ സ്ത്രീക്ക് സുരക്ഷിതത്വമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ഇതിലൂടെ കൊടുക്കുന്നത്. കണ്ണുള്ള ആളുകൾക്ക്, കാമവെറിയന്മാർക്ക് അവരുടെ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ കൊടുക്കരുത് എന്നുള്ളതാണ് ഇസ്ലാം പറയുന്നത്. അപ്പൊ പൂർണ്ണമായ സുരക്ഷിതത്വം അവർക്ക് കൊടുക്കുകയാണ്. ഇനി എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? വല്യലരിബിന ബിഹുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന. ഈ ആയത്തിന്റെ തഫ്സീർ, ഒന്നാമത്തെ ആയത്ത് പറഞ്ഞു, അതിന് സഹാബികൾ കൊടുത്ത വ്യാഖ്യാനം പറഞ്ഞു. രണ്ടാമത്തെ ആയത്ത് സൂറത്ത് നൂറിലെ 31-ാമത്തെ ആയത്ത്, അവർ അവരുടെ ഹിമാറുകൾ അവരുടെ മാറിടത്തിലേക്ക് താഴ്ത്തിയിരട്ടെ. ആ താഴ്ത്തിരേണ്ടത് മുഖം മറച്ചുകൊണ്ടാണോ മുഖം മറക്കാതെയാണോ? ഈ ആയത്ത് ആരാ പ്രവാചകനിൽ നിന്ന് ആദ്യം കേട്ടത്? അത് സഹാബിത്താണ്. സഹാബികൾ അത് അവരുടെ സഹാബ വനിതകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അവർ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കിയത് എന്താ? അത് ഹദീസിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഈ ആയത്ത് കൊണ്ട് അവർ മനസ്സിലാക്കിയത് മുഖം മറക്കണം എന്നാണോ മുഖം മറക്കണ്ട എന്നാണോ? കേട്ടോളി. ആയിഷ റളിയല്ലാഹു പറയാണ്, യർഹമില്ലാഹു നിസാ അൽ മുഹാജിറാത്തിൽ ഉവൽ. ആദ്യകാലക്കാരായ മുഹാജിറാത്തുകളായ സ്ത്രീകൾക്ക് അല്ലാഹു കരുണ ചെയ്യട്ടെ, റഹ്മത്ത് പ്രദാനം ചെയ്യട്ടെ. എന്തുകൊണ്ടാ? ലമ്മ അൻസലല്ലാഹു, അല്ലാഹു അവതരിപ്പിച്ചപ്പോൾ, വല്യദരിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവർ അവരുടെ ഹിമാറുകൾ, അവരുടെ മുഖമക്കനകൾ അവരുടെ മാറിടത്തിലൂടെ താഴ്ത്തിയിരട്ടെ എന്ന ആയത്ത് അല്ലാഹു അവതരിപ്പിച്ചപ്പോൾ, ശഖഖന മുറൂതഹുന്ന, അവർ അവരുടെ തുണികൾ വലിച്ചു ചീന്തി. അവരുടെ വീട്ടിലുണ്ടായിരുന്ന തുണികളും തട്ടങ്ങളും പുതപ്പുകളും അവർ വലിച്ചു ചീന്തി. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഫഖ്തമർന ബിഹാ. ആയിഷ റളിയല്ലാഹു പറയാണ്, അതുകൊണ്ട് അവർ ഇഖ്തമറ എന്നതിന്റെ അർത്ഥം എന്താ? അവർ അതുകൊണ്ട് അവരുടെ മുഖം മറച്ചു. ആയിഷ ബീവി പറയണം, ഇനി എന്താ വേറെ തെളിവ് എന്താ വേണ്ടി? ഖുർആന്റെ ആയത്തായി. ആ ആയത്തിന് ആയിഷ റളിയല്ലാഹു അൻഹയേക്കാൾ ഇനി വേറെ ഒരു വിശദീകരണം നമുക്ക് വേറെ കിട്ടേണ്ടതുണ്ടോ? ആയിഷ റളിയല്ലാഹു അൻഹ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അന്നത്തെ സ്ത്രീകൾ പാവപ്പെട്ടവരാണ്. ഈ ആയത്തിറങ്ങി എന്ത്? അവർ അവരുടെ ഹിമാറുകൾ, അവരുടെ മുഖമക്കനകൾ അവരുടെ മാറിടത്തിലൂടെ താഴ്ത്തിയിരട്ടെ എന്നുള്ള ആയത്തല്ല അവതരിപ്പിച്ചപ്പോ ഈ മുഹാജിറാത്തുകളായ സ്ത്രീകൾ എന്ത് ചെയ്തു? അവർ അവരുടെ വീടുകളിലേക്ക് പോയി. എന്നിട്ട് അവരുടെ പുതപ്പുകൾ കീറി. എന്നിട്ട് ആ പുതപ്പുകൾ കൊണ്ട് അവരുടെ വസ്ത്രങ്ങൾ കീറി. ആ വസ്ത്രങ്ങൾ കൊണ്ട് ഫഖ്തമർന ബിഹാ, അതുകൊണ്ട് അവർ മുഖം മറച്ചു. ഇത് ബുഖാരി ധരിച്ചതാ. ഇനി വേറെന്താ ഈ തെളിവ് എന്ന് പറയുന്നത്? എന്താ? ഡോക്ടർമാരും കോളമിസ്റ്റുകളും പറയുന്നതാണോ അള്ളാന്റെ പരിശുദ്ധിയിൽ ഇസ്ലാമിലെ തെളിവ്? ദീൻ അത് പഠിച്ച ആളുകൾ പറയട്ടെ. ഇനി ഫഖ്തമർന ബിഹ, അവർ അവരുടെ മുഖം ഈ ഇഖ്തമറ എന്നുള്ളതിന്റെ അർത്ഥം അത് മുഖം മറക്കലാണെന്നുള്ളത് ആര് പറഞ്ഞതാ? അത് ഞാൻ പറഞ്ഞതല്ല. അതാര് പറഞ്ഞു? ഇബ്നു ഹജർ പറഞ്ഞു. ഇബ്നു ഹജർ എല്ലാവരും അംഗീകരിക്കുന്ന പണ്ഡിതനല്ല, ഇബ്നു ഹജറുൽ അസ്കലാനി. ആരാ അംഗീകരിക്കാത്ത?
എല്ലാവരും അംഗീകരിക്കുന്ന പണ്ഡിതനാണ് ഇബ്നു ഹജർ അൽ അസ്കലാനി. ഫഖ്തമർന ബിഹ എന്നതിന്റെ അർത്ഥം മുഖം മറച്ചു എന്നുള്ളതാണ് എന്റെ വ്യാഖ്യാനമല്ല. ഫഖ്തമർന ബിഹ എന്ന ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ ആ വാചകത്തെ, ആ ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ട് സ്വഹീഹുൽ ബുഖാരിക്ക് ശറഹ് എഴുതിയ ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അൽ അസ്കലാനി പറയുന്നത് ഫഖ്തമർന ബിഹ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഐ ഗത്തൈന വുജൂഹഹുന്ന. കണ്ടോ? ഇനി എന്താ? ഗത്തൈന, അവർ മറച്ചു, വുജൂഹഹുന്ന, അവരുടെ മുഖങ്ങൾ. ഇത് സൗദി അറേബ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാ കാട്ടറബികളുടെ സംസ്കാരം. ഈ കാട്ടറബി എന്നൊക്കെ വിളിക്കുന്നത് ആരാ? ആയിഷ ബീവിനെ, മുഹാജിറാത്തുകളെ. അവര് മുഖം മറച്ചു എന്നുള്ളതാ പറയുന്നത്. ഇത് കാട്ടറബികളുടെ സംസ്കാരമാണെന്നാ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഇതിനെ വിശദീകരിച്ചിട്ട് ഇബ്നു ഹജർ പറയാണ് ഗത്തൈന വുജൂഹഹുന്ന, അവർ അവരുടെ മുഖങ്ങൾ മറച്ചു. ഹിമാർ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താ? മുഖം മറക്കുന്നത് എന്നുള്ളതാ. അതാരാ പറഞ്ഞ്? ഇബ്നു ഹജറിനെ. കള്ളുണ്ടല്ലോ, ഹംറ്. ആ കള്ള് എന്ന പദത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത്, ഹംറിന്റെ ഭാഷാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് അദ്ദേഹം പറഞ്ഞു ഹംറ് എന്താ? മനുഷ്യന്റെ ബുദ്ധിയെ അത് മറക്കും. എന്നിട്ട് അദ്ദേഹം പറയണേ വമിൻഹു, ഈ പദത്തിൽ വരുന്ന ഒന്ന് തന്നെയാണ് ഹിമാറുൽ മർഅ, ഒരു സ്ത്രീ ധരിക്കുന്ന ഹിമാർ. ലിഅന്നഹു യസ്തുറു വജ്ഹഹ, എന്തുകൊണ്ട് ഹിമാർ എന്ന് പേര് കിട്ടി? അവൾ അവളുടെ മുഖം അതുകൊണ്ട് മറക്കുന്നു. മുതുകത്തേക്ക് താഴ്ത്തിയിടുന്നു എന്നല്ല പറഞ്ഞ്. ഇതൊന്നും നമ്മളാരുണ്ടാക്കിയ തെളിവുകളല്ലല്ലോ. ഖുർആന്റെ ആയത്ത്, ആ ആയത്തിന് അവർ പിന്നെ മുൻകാലക്കാരായ പണ്ഡിതന്മാർ കൊടുത്ത തഫ്സീറുകൾ. എത്ര ഈസിയാണ് സംഗതി. ഇബ്നു ഹജർ തന്നെ അത് പറഞ്ഞു തരികയാണ് നമുക്ക്. ഹിമാർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? അതുകൊണ്ട് അവർ മുഖം മറക്കുന്നു. ഏതാണ് അതിന്റെ വ്യാഖ്യാനായിട്ട് പറഞ്ഞിരുന്നത്. ഇനി ഈ ആയത്തിനെ തന്നെ വ്യാഖ്യാനിച്ചുകൊണ്ട് അല്ലാമത്തു ശൻഖീത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു സംഗതി. അല്ലാമത്തു ശൻഖീത്തി അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ തഫ്സീറിൽ, വഹാദൽ ഹദീസു സ്വഹീഹു, ഈ സ്വഹീഹായ ഹദീസ്, അതായത് ഇത് ബുഖാരി ധരിച്ചതാണ്. ആയിഷ റളിയല്ലാഹു പറഞ്ഞ മുഹാജിറാത്തുകൾക്ക് അള്ളാഹു കാരുണ്യം നൽകട്ടെ. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അവരെന്ത് ചെയ്തു? അവരുടെ വീടുകളിൽ പോയി അവരുടെ പുതപ്പുകൾ കയറി അതുകൊണ്ട് മുഖം മറച്ചു എന്ന് പറയുന്ന സ്വഹീഹായ ഈ ഹദീസ് ബുഖാരി ധരിച്ചതാണ്. ഖുർആൻ കഴിഞ്ഞ പിന്നെ തെളിവ് എല്ലാവർക്കും ബുഖാരി തന്നെയല്ലേ. വേറെ തെളിവ് ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കുമില്ല. ഈ സ്വരീഹായിട്ടുള്ള തെളിവ് എന്താണ്? ഇതിന്റെ അർത്ഥം വലിയ ബിഹുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന എന്നുള്ളത് ശൻകിത്ത് വ്യാഖ്യാനിക്കാണ്. ഈ ആയത്തിന്റെ അർത്ഥമായിട്ട് അവർ മനസ്സിലാക്കിയത് സിത്തറ വുജൂഹിഹിന്ന, അവരുടെ മുഖം മറക്കലാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കി. അതാണ് ഈ ആയത്തിന്റെ താല്പര്യം എന്നുള്ളത് അവർ മനസ്സിലാക്കി. എന്നിട്ട് അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അല്ലാമത്ത് ശൻഖീത്തി പറയുന്നു ഫൽ അജബു കുല്ലുൽ അജബ്, വല്ലാത്തൊരു അത്ഭുതം തന്നെ, ഒരു വല്ലാത്തൊരു അത്ഭുതം. എന്താ അത്ഭുതം? മിമ്മൻ യദ്ദഈ മിനൽ മുൻതസിബീന ലിൽ ഇൽമി, അറിവുണ്ട് എന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന ചില ആളുകൾ. അവർ വാദിക്കുന്നത് അന്നഹു ലം യരിദ് ഫിൽ കിതാബി വല സുന്ന, ഖുർആനിലും വന്നിട്ടില്ല സുന്നത്തിലും വന്നിട്ടില്ല മാ യദുല്ലു അലാ സത്രിൽ മർഅതി വജ്ഹഹ അനിൽ അജാനിബി, അന്യ പുരുഷന്മാരിൽ നിന്ന് സ്ത്രീ അവളുടെ മുഖം മറക്കണം എന്ന് പറയുന്നതിന്റെ തെളിവ് ഖുർആനിലും ഹദീസിലും വന്നിട്ടില്ല എന്ന് വാദിക്കുന്ന ചില ആളുകളുണ്ട്. ആ വാദം ശരിയല്ല. ഇപ്പൊ നമ്മള് ഈ ആരാമത്തിലെടുത്ത് ഇവരൊക്കെ എഴുതിയത് വായിച്ചു. എന്തിനാ അങ്ങനെ ഇസ്ലാമിനെ പച്ചയായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നത്? എന്തിനാ? ഇത് ഈ എഴുതിയതിൽ ഒരാൾ പോലും എന്ത് എഴുതിയിട്ടില്ല? സ്ത്രീക്ക് മുഖം മറക്കലാണ് അഫ്ളല് എന്ന് എഴുതിയിട്ടില്ല. ഒരാൾ പോലും എഴുതിയിട്ടില്ല. ഞാൻ പറഞ്ഞു മുഖം മറക്കണോ മറക്കണ്ടേ എന്നുള്ള ഒരു ചർച്ച ഇസ്ലാമിക ലോകത്തില്ല. പിന്നെന്താ? വാജിബാണോ മുസ്തഹബാണോ? അൽബാനി മറക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാ? അൽബാനി പറഞ്ഞിട്ടില്ല. അൽബാനി ജായിസാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാ? അൽബാനി ജായിസ് ആണെന്നല്ല പറഞ്ഞത്. അതുമല്ല അൽബാനി പറഞ്ഞിരിക്കണത്. അൽബാനി പറഞ്ഞത് മുഖം മറക്കലാണ് അഫ്ളൽ, അതാണ് മുസ്തഹബ് എന്ന് തന്നെയാണ് അൽബാനി പറഞ്ഞിരിക്കണത്. പിന്നെ അൽബാനി മറ്റുള്ള പണ്ഡിതന്മാരും തമ്മിലുള്ള വ്യത്യാസം, അൽബാനി എന്ത് പറഞ്ഞു? അത് വുജൂബാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു, അത് മുസ്തഹബാണെന്ന് പറഞ്ഞു. അപ്പൊ രണ്ടു കൂട്ടരും അഭിപ്രായപ്പെടുന്നത് തന്നെ മറക്കണം തന്നെയാണ്. അപ്പൊ ലോകത്തു പ്രാമാണികരായ ഒരു ഒറ്റ പണ്ഡിതൻ പോലും സ്ത്രീ മുഖം മറക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അത് തന്നെയാണ് അഫ്ളലി എന്നുള്ളതാണ് വാജിബ് എന്നുള്ള അഭിപ്രായക്കാരും പറഞ്ഞത്, അല്ലാത്ത അഭിപ്രായക്കാരും പറഞ്ഞത്. കാരണം അതിന്റെ ഇത് മനസ്സിലാക്കിക്കൊണ്ട്. അപ്പൊ അല്ലാമത്ത് ഷൻഖീത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയണേ, ഇങ്ങനെ വാദിക്കുന്ന ചില ആളുകളുണ്ട് ഖുർആനിലും സുന്നത്തിലൊന്നും അതിന് തെളിവില്ല,
എന്നാൽ മഅന്ന സ്വഹാബിയാത്തി ഫഅൽന ദാലിക, ഈ ഹദീസിൽ നമ്മൾ കണ്ടു അദ്ദേഹം പറയണെന്ത്, സ്വഹാബ വനിതകൾ മുഖം മറച്ചത് ഈ ഹദീസിൽ നമ്മൾ കണ്ടു. സ്വഹാബ വനിതകൾ അത് ചെയ്തു. ഇനി വേറെന്താ, വേറെ ആര് ചെയ്തതാ നമ്മൾ സ്വീകരിക്കേണ്ടത്? വേറെ ആര് ചെയ്തതാ നമുക്ക് ദീനിൽ തെളിവ്? എന്നുള്ള സ്വഹാബ വനിതകൾ അത് ചെയ്തത് മുംതസിലാത്തിൻ അംറല്ലാഹി ഫീ കിതാബിഹി ഈമാനൻ ബിതൻസീലിഹി, അല്ലാഹുവിന്റെ വഹയിൽ അല്ലാഹ് ഇറക്കിയതിൽ വിശ്വസിച്ചുകൊണ്ടും അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ അല്ലാഹു കൽപ്പിച്ചിട്ടുള്ള ആ കൽപ്പനയെ പ്രാവർത്തികമാക്കിക്കൊണ്ടുമാണ് അവരങ്ങനെ ചെയ്തത്, അവരുടെ മുഖം മറച്ചത് എന്നാണ് ഷൻഖീതി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറില് ഇതിനെ പറ്റിയിട്ട് വിശദീകരിക്കുന്നത്. ഇത്ര കൃത്യമാണ് തെളിവുകൾ. ഇപ്പൊ നമ്മൾ 2 ആയത്തുകൾ പറഞ്ഞു, അതിന്റെ തഫ്സീറുകൾ പറഞ്ഞു. ഇനി 3-ാമത്തെ ആയത്ത് സൂറത്ത് നൂറിലെ 60-ാമത്തെ ആയത്ത്, അതിൽ പറയുന്നത് പ്രായം ചെന്ന സ്ത്രീകളെ കുറിച്ചാണ്. 3-ാമത്തെ തെളിവാണ് പറയുന്നത്. 2 തെളിവ് പറഞ്ഞു. ആ 2 തെളിവും എന്റെ സ്വന്തം വക, ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തതല്ല. ഖുറാന്റെ ആയത്ത്, അതിന് ഇബ്നു അബ്ബാസ് പറഞ്ഞത്, ഇബ്നു മസ്ഊദ് പറഞ്ഞത്, പണ്ഡിതന്മാർ പറഞ്ഞ വ്യാഖ്യാനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇനി 3-ാമത്തെ തെളിവ് സൂറത്ത് നൂറിൽ 60-ാമത്തെ ആയത്ത്, വൽ ഖവായിദു മിനൻ നിസാഇ ല്ലാത്തി ലാ യർജൂന നികാഹൻ ഫലൈസ അലൈഹിന ജുനാഹുൻ അൻ യൽഅന സിയാബഹുന്ന ഗൈറ മുതബരിജാത്തിൻ ബിസീന. എന്താ ഈ ആയത്തിൽ പറഞ്ഞത്? പ്രായം ചെന്ന സ്ത്രീകൾ. പ്രായം ചെന്ന സ്ത്രീകൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനിയൊരു ലൈംഗിക ജീവിതത്തെ അവർക്ക് ആഗ്രഹിക്കാൻ സാധിക്കൂല, അതിൽ നിന്ന് നിരാശപ്പെട്ട, ഇനിയൊരു ലൈംഗിക ജീവിതമില്ലാത്ത, ഒരു ദാമ്പത്യ ജീവിതമില്ലാത്ത പ്രായം ചെന്ന സ്ത്രീകൾ ഖുർആൻ പറയാണ്. ആ സ്ത്രീകൾക്ക് പ്രത്യേകമായൊരു നിയമം. എന്താണ് അവർക്കുള്ള നിയമം? പ്രായം ചെന്ന സ്ത്രീകളാണ്, ഇനിയൊരു ലൈംഗിക ജീവിതം അവരെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. അവർക്കുള്ള പ്രത്യേക ഒരു നിയമം എന്താ? ഫലൈസ അലൈഹിന്ന ജുനാഹുൻ, അവരുടെ മേൽ തെറ്റില്ല. അയ്യൽഅന സിയാബഹുന്ന, അവരുടെ വസ്ത്രം അഴിച്ചു വെക്കുന്നതിന്. ഈ വസ്ത്രം അഴിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പണ്ഡിതന്മാര് വ്യാഖ്യാനിച്ചു, അവളുടെ ജിൽബാബ് അഴിച്ചു വെക്കുക, അല്ലെങ്കിൽ അവളുടെ ഹിമാറ്, മുഖം മറച്ച ആ നിഖാബ് അഴിച്ചു വെക്കുക. വേണമെങ്കിൽ പ്രായം ചെന്നൊരു സ്ത്രീയാണ്, ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് എന്ത് ചെയ്യുക? അന്യപുരുഷന്മാരുടെ മുമ്പിൽ തന്നെ ആ പ്രായം ചെന്ന സ്ത്രീക്കുള്ള ഒരു അളവ് ഖുർആൻ പറയുന്നത് ജിൽബാബില്ലാതെ അവളുടെ മുഖം തുറന്നിട്ട്. ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞു ഗൈറ മുതബരിജാത്തിൻ ബിസീന, ആ സീനത്ത് പ്രദർശിപ്പിച്ചുകൊണ്ടാകരുത്, ആ ആഗ്രഹത്തോട് കൂടിയിട്ടാകരുത്. ഖുർആൻ എനിക്കൊരു ഇളവ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ സൗന്ദര്യം ആളുകളുടെ അന്യപുരുഷന്മാർക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആകരുത്. അങ്ങനെ ആകുമ്പോൾ അത് വിധി മാറും. അതല്ലാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജിൽബാബ്, അല്ലെങ്കിൽ അവരുടെ ആ രൂപത്തിലുള്ള നിഖാബ്, ആ മുഖം മറച്ച വസ്ത്രം അവർക്ക് അഴിച്ചു വെക്കുന്നതിന് തെറ്റില്ല. ഈ ആയത്തിൽ നിന്ന് പണ്ഡിതന്മാര് തെളിവ് പിടിച്ചത് എന്താ? ഇതല്ലാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ ജിൽബാബ് അവർക്ക് നിർബന്ധമാണ്. സംഗതി വ്യക്തമല്ലേ? ലൈംഗിക ജീവിതത്തിൽ താല്പര്യമില്ലാതെ, അല്ലെങ്കിൽ അത് നിലച്ചുപോയ ആ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യുക? അവരുടെ ജിൽബാബ്, ആ മുഖം, അവരുടെ 2 കൈകളൊക്കെ മൂടുന്ന ആ വസ്ത്രം വേണമെങ്കിൽ അന്യപുരുഷന്മാരുടെ മുമ്പിൽ തന്നെ അഴിച്ചു വെക്കാം. അത് അവരുടെ സൗന്ദര്യം അന്യപുരുഷന്മാർക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാകരുത്. അവർക്ക് മുഖം വെളിവാക്കിക്കൊണ്ട് അന്യപുരുഷന്മാരുടെ മുമ്പിൽ വേണമെങ്കിൽ പ്രത്യക്ഷപ്പെടാം. ഇതാർക്കുള്ള അനുവാദം? പ്രായം ചെന്ന സ്ത്രീകൾക്കുള്ള ഒരു അനുവാദം. എന്നിട്ട് ഖുർആൻ പറഞ്ഞു വയസ്തഅഫിഫുന ഖൈറുൻ ലഹുന്ന, എന്നാൽ അവർ ആ മുഖം മറക്കുകയാണെങ്കിൽ, ആ ജിൽബാബ് ധരിച്ചുകൊണ്ട് അന്യപുരുഷന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ഖൈർ, അതാണ് ഖൈറും തന്നെയാണ്. പൂർണ്ണമായ ആ ജിൽബാബോട് കൂടി അന്യപുരുഷന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് ഖൈർ. എന്നാൽ ഒരു ഇളവ് അതിലുണ്ട് എന്നുള്ളത് ഖുർആൻ വ്യക്താക്കാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചിട്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, അപ്പൊ അതല്ലാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ ജിൽബാബോട് കൂടിയിട്ട് ആ മുഖം മുറച്ചിട്ട് അന്യപുരുഷന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ എന്നർത്ഥം. ഇനി ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ ഒരു താബിഈ പണ്ഡിത, പ്രായം ചെന്ന പ്രഗൽഭയായ ഒരു താബിഈ പണ്ഡിതയുടെ ചരിത്രം ഉദ്ധരിക്കുന്നുണ്ട്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ ഹിജാബുൽ മറത്തിൽ മുസ്ലിമിലൊക്കെ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ് ആ സംഭവം? ഹഫ്സ ബിൻതു സീരീൻ, ഈ ആയത്തിന്റെ അർത്ഥം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഹഫ്സ ബിൻതു സീരീൻ താബിഈ പണ്ഡിതയാണ്, വളരെ സാഹിദായിട്ട് ജീവിച്ച ഒരാളാണ്. അന്ന സുഫിയാൻ ഇബ്നു ഉയൈന ഇബ്നു ആസിം അദ്ദേഹം പറയാണ്, കുന്നാ നദ്ഖുലു അലാ ഹഫ്സ ബിൻതു സീരീൻ, ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനും പഠിക്കാനും ഒക്കെ പഠിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഹഫ്സ
റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ചെല്ലാറുണ്ടായിരുന്നു. കുന്നാ നദ്ഖുലു, ഞങ്ങൾ കടന്നു ചെല്ലാറുണ്ടായിരുന്നു. വഖദ് ജഅലത്തിൽ ജിൽബാബു ഹക്കദ വതനഖബതു ബിഹി ഐ ലബിസതുഹു. അവർ പറയണത് ഞങ്ങള് പ്രായം ചെന്ന സ്ത്രീയാണ്, പക്ഷെ എന്നാലും അവര് ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നത് തനഖബ, നിഖാബ് അല്ലോ, മുഖം മറച്ചുകൊണ്ടായിരുന്നു അവർ ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ഇവര് പറയണേ, ഇബ്നു ഹാശിം അത് വിശദീകരിക്കുകയാണ്. ഞങ്ങള് ഇങ്ങനെ ഇത് പഠിക്കാൻ വേണ്ടി ചെല്ലുമ്പോ പ്രായം ചെന്ന സ്ത്രീയാണ്, പക്ഷെ ആ സന്ദർഭത്തിൽ പോലും അവര് നിഖാബ് ധരിച്ചുകൊണ്ടായിരുന്നു പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ഫനഖൂലു ലഹ, ഞങ്ങൾ അവരോട് പറഞ്ഞു, റഹിമക്കില്ല, അള്ളാഹു താങ്കൾക്ക് നിങ്ങൾക്ക് കാരുണ്യം ചൊരിയട്ടെ. എന്നിട്ട് ഈ ആയത്ത് ഓതി കൊടുത്തു. നമ്മൾ പോതിയ 160-ാമത്തെ ആയത്ത്, ഏത് വൽ ഖവായിദു മിനൻ നിസാഇല്ലാത്തി. അള്ളാഹ് അങ്ങനെ ഒരു ഇളവ് തന്നിട്ടുണ്ടല്ലോ പ്രായം ചെന്ന സ്ത്രീകൾക്ക് അവരുടെ മുഖം വെളിവാക്കിയിട്ട് പ്രത്യക്ഷപ്പെടാനുള്ള ഒരു ഇളവ്. ഈ ആയത്ത് ഞങ്ങൾ ഓതി കൊടുത്തു. എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഇളവ് സ്വീകരിച്ചുകൂടാ? അപ്പോ ആ സ്ത്രീ പറഞ്ഞു, ആ ഹഫ്സ ബിൻതു സീരീൻ എന്ന മഹദി പറഞ്ഞു കൊടുത്തു, ആ ആയത്തിന്റെ ബാക്കി എന്താണ്, അതുകൂടി ഓത് എന്ന് പറഞ്ഞു. അതുകൂടി ഓതി, ആ ആയത്തിന്റെ ബാക്കി കൂടി ഓത്. അവര് ചോദിക്കാണ്, വഅയ്യു ഷൈഇൻ ബഅദാലിക, നിങ്ങൾ ആ ഓതി നിർത്തിയാലോ, അതിന് കുറ്റല്ല എന്നുള്ളത്. ആ ആയത്തിന്റെ ബാക്കി എന്തോ ചോദിച്ചു. അപ്പോ അവരത് ഓതിക്കൊടുത്തു. എന്ത്, വയസ്തഗ്ഫിഫന ഖൈറുൻ ലഹുന്ന, അവര് മുഖം മറച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അതാണ് അവർക്ക് ഖൈർ. ഇതാണ് അതിന്റെ മറുപടി എന്ന് പറഞ്ഞിട്ട് ഈ ഹഫ്സ ബിൻതു സീരീൻ അത് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മുഖം മറക്കുന്ന വിഷയം സംസാരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു ചരിത്ര സംഭവമാണ്. അത് പ്രായം ചെന്നിട്ട് പോലും. അപ്പൊ അതല്ലാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ എന്തായി, അത് നിർബന്ധമാണ് എന്നുള്ളത് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോ ഇതാണ് മൂന്നാമത്തെ ആയത്. അപ്പൊ 3 തെളിവുകൾ നമ്മൾ പറഞ്ഞു. ഇതേപോലെ തന്നെ മറ്റൊരു തെളിവാണ് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഹിജാബുമായി ബന്ധപ്പെട്ട ആയത്ത്. അതിൽ വളരെ കൃത്യമായി തന്നെ അള്ളാഹു പഠിപ്പിച്ചു, എന്ത്, നിങ്ങൾ പ്രവാചകന്റെ പത്നിമാരോടാണ് കൽപ്പനയെങ്കിലും ആ കൽപ്പന മൊത്തത്തിൽ ബാധകമാണ് എന്ന് പണ്ഡിതന്മാർ വ്യക്താക്കിയിട്ടുണ്ട്. എന്ത്, ഇദാ സഅൽതുമൂഹുന്ന മതാൻ, പ്രവാചകന്റെ പത്നിമാരോട് നിങ്ങൾ വല്ലതും ചോദിക്കുകയാണെങ്കിൽ, വല്ല മത്താവും ചോദിക്കുകയാണെങ്കിൽ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബിൻ, നിങ്ങൾ എന്ത് അവരോട് ചോദിക്കേണ്ടത്, ഒരു ഹിജാബിന്റെ പിന്നിൽ നിന്ന് ചോദിക്കണം. ഹിജാബ്, ഒരു മറക്ക് പിന്നിൽ നിന്നുകൊണ്ടായിരിക്കണം അവരോട് ചോദിക്കേണ്ടത്. ആരോട്? പ്രവാചകന്റെ പത്നിമാരോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ ഒരു ഹിജാബിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ചോദിക്കണം. ആ ഹിജാബ് ഒരു വീട്, അതിന്റെ ചുമരാകാം, ഒരു കർട്ടനാകാം, ഇനി ഇതൊന്നും അല്ലെങ്കിൽ എന്താകാം, ആ സ്ത്രീ മുഖം മറച്ചുകൊണ്ടായിരിക്കണം. ഇത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് മാത്രം ഉള്ളതാണോ? ആണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. പക്ഷെ അതല്ലാത്ത പല പണ്ഡിതന്മാരെന്ത് പറഞ്ഞു, ഇത് പ്രവാചകന്റെ ഭാര്യമാർക്ക് മാത്രമുള്ള കൽപ്പനയല്ല, അതല്ലാത്ത സ്ത്രീകൾക്കും ഇത് ബാധകമാണ്. എന്ത്, അന്യപുരുഷന്മാർ വല്ലതും ചോദിക്കുക, അല്ലെങ്കിൽ അവരൊട്ട് സംസാരിക്കുക, അപ്പൊ ഒരു ഹിജാബ് സ്വീകരിക്കണം. ആ ഹിജാബ് അത് വീടാകാം, അല്ലെങ്കിൽ വാതിലാകാം, ഡോറാകാം, ചുമരാകാം, അല്ലെങ്കിൽ എന്താകാം, അവൾ ആ മുഖത്ത് ധരിച്ചിരിക്കുന്ന ഹിജാബാകാം. ആ ഹിജാബിൽ നിന്നുകൊണ്ടേ അത് പറ്റുള്ളൂ എന്നുള്ളതാണ്, അത് അനുവദിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് മാത്രമുള്ളതല്ല. അല്ലാഹു ഷൻകീത്തി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഫീ ഹാദിഹിൽ ആയത്തിൽ കരീമ, ഈ ആയത്തിലുണ്ട് അദ്ദലീലുൽ വാളിഹ്, വ്യക്തമായ തെളിവുണ്ട്, അല അന്ന വുജൂബൽ ഹിജാബി, ഹിജാബ് ധരിക്കൽ നിർബന്ധമാണ് എന്നത് ആമുൻ ഫീ ജമീഇൻ നിസായി, അതെല്ലാ സ്ത്രീകൾക്കും ബാധകമാണ്. ഒരു ഹിജാബ് സ്വീകരിക്കുക എന്നുള്ളത് അന്യപുരുഷന്മാരുമായിട്ട് ഇടപഴകുമ്പോൾ. ലാ ഖാസ്, ഇത് ഖാസല്ല, ബി അസ്വാജിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് മാത്രം ബാധകമായതല്ല, പ്രത്യേകമായുള്ള നിയമമല്ല എന്നുള്ളത് അല്ലാമത്ത് ഷൻകീത്തി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, وفي هذه الآية دليل على أن الله تعالى
അദിന ഫീ മസ്അലതിഹിന്ന മിൻ വറാഇ ഹിജാബിൻ ഫീ ഹാജത്തിൻ തഅറൽ ഔ മസ്അലത്തിൻ ഇസ്തഫ്തീന ഫീഹാ. അത് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോടാണ് അല്ലാഹ് അത് കൽപ്പിച്ചത്. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫത്വ ചോദിക്കുകയാണെങ്കിൽ ഒരു ഹിജാബിന്റെ പിന്നിൽ നിന്നിട്ട് ഒരു മറ സ്വീകരിച്ചിട്ട് അത് ചോദിക്കാവൂ. ഈ വിഷയത്തിൽ വയദ്ഖുലു ഫീ ദാലിക ജമീഉൻ നിസാഇ ബിൽ മഅന. ഇതിന്റെ ആശയത്തിൽ എല്ലാ സ്ത്രീകളും പെടും. അവര് ഹിജാബ് സ്വീകരിക്കണം. ഇത് മാത്രമല്ല, മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ എല്ലാ സ്ത്രീകളും പെടുമെന്ന് പണ്ഡിതന്മാർ പ്രത്യേകം പറയാനുള്ള കാരണം എന്താ? റസൂലുള്ളാഹിയുടെ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹിജാബ് സ്വീകരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്, മുഖം മറക്കുക എന്നുള്ളത് നിർബന്ധം. അപ്പൊ ആ വിധിയില് മറ്റുള്ള സ്ത്രീകളും പെടും, മുഅ്മിനാത്തുകളായ സ്ത്രീകളും പെടും എന്നാണ് ഈ തഫ്സീറുകളൊക്കെ വന്നിട്ടുള്ളത്. ഖുർത്തുബി അത് പറഞ്ഞു. ഇനി ഇബ്നു ജരീറിന്റെ തഫ്സീറിൽ ഞാൻ വായിച്ചു തരാം. അതിലും തന്നെ വൈദാ സഅൽതും അസ്വാജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, അതേപോലെ വനിസാഇൽ മുഅ്മിനീൻ, മുഅ്മിനാത്തുകളായ സ്ത്രീകളോടും. അല്ല 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 അവരെങ്ങനെയുള്ള സ്ത്രീകളാണ്? ലസ്ന ലക്കും ബി അസ്വാജിൻ, അവർ നിങ്ങളുടെ ഭാര്യമാരല്ല. അങ്ങനെ നിങ്ങൾ വല്ല മത്താവ് നിങ്ങൾ അവരോട് ചോദിക്കുകയാണെങ്കിൽ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, ഒരു ഹിജാബിന്റെ പിന്നിൽ നിന്നുകൊണ്ടായിരിക്കണം നിങ്ങൾ അവരോട് അത് ചോദിക്കേണ്ടത്. അത് പ്രവാചകന്റെ ഭാര്യമാരോട് മാത്രമുള്ളതല്ല, മൊത്തത്തിൽ എല്ലാ സ്ത്രീകളോടും ഉള്ളതാണ് എന്നുള്ളത് ഏതാണ്ട് എല്ലാ വ്യാഖ്യാതാക്കളും ഇതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരുപാട് ആയത്തുകൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഇനി ഹദീസുകളിലേക്ക് നോക്കി. ഹദീസുകളിൽ വന്നാൽ നിരവധി തെളിവുകൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ ആയത്തുകളും അതിന്റെ ശറഹുകളും പണ്ഡിതന്മാർ വിശദീകരിച്ചതാണ് പറഞ്ഞത്. ഇനി ഹദീസുകളിലേക്ക് വന്നാൽ ഒരു ഹദീസ്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലുണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട്. വ്യഭിചാരാരോപണം, ആ വ്യഭിചാരാരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട ആയത്തുകൾ. ആ സംഭവം നടക്കുന്നത് നമുക്കറിയാം. ഒരു യാത്ര കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും തിരിച്ചു പോരുകയാണ്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ മലമൂത്ര വിസർജനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഹാജത്തിന് വേണ്ടി പോയി തിരിച്ചു വന്നപ്പോ അവരുടെ മാല നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ മാല തെരഞ്ഞിട്ട് പോയി. ആ സന്ദർഭത്തിൽ ഇവർ ഒട്ടകക്കട്ടിലെടുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും പോയിട്ടുണ്ടായിരുന്നു, മദീനന്റെ ഏതാണ്ട് അടുത്ത്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ വന്നപ്പോ ഇവരൊക്കെ പോയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു പറയുന്നുണ്ട്, അന്ന് ഞാൻ പ്രായം കുറഞ്ഞൊരു സ്ത്രീയായിരുന്നു. അവര് വിചാരിച്ചിട്ടുള്ളത് ഞാൻ ആ ഒട്ടകക്കട്ടിലുണ്ട് എന്നായിരുന്നു അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സംഭവമൊക്കെ ബുഖാരിലും എല്ലാ ഹദീസിലും അതേപോലെ തന്നെ തഫ്സീറുകളിലൊക്കെ വന്നിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള സംഭവമാണത്. ഈ സംഭവം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. അറബികൾക്ക് ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു, ഒരു യാത്രാ സംഘം ഉണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ അതിന്റെ പിന്നിൽ ഏതെങ്കിലും ഒരാളുണ്ടാകും. മുന്നിൽ അല്ലെങ്കിൽ പിന്നിൽ ആരെങ്കിലും അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ വല്ല അപകടം സംഭവിച്ചിട്ടുണ്ടോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആയിഷ റളിയല്ലാഹു പറയാണ്, ഞാനവിടെ ആ സ്ഥലത്ത് തന്നെ ഇരുന്നു. ഇവരൊക്കെ പോയിട്ടുണ്ട്. ആ സന്ദർഭത്തിലാണ് സഫ്വാൻ റളിയല്ലാഹു അൻഹു വന്നത്. അദ്ദേഹത്തിന്റെ ആയിരുന്നു ഈ ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. ഇവരൊക്കെ പോയിട്ടുണ്ട്. സഫ്വാൻ റളിയല്ലാഹു അൻഹു വന്നു. ആയിഷ റളിയല്ലാഹു പറയാണ്, ഞാന് ഉറക്കത്തിലായി പോയിട്ടുണ്ട്, ക്ഷീണം കൊണ്ട് ഞാനൊന്ന് മയങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം വന്നു. അദ്ദേഹം എന്റെ രൂപം കണ്ടു. ഫഅറഫനി ഹീന റആനി, എന്നെ കണ്ടപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി, സഫ്വാന് മനസ്സിലായി ഞാൻ ആയിഷ എന്നുള്ളത് മനസ്സിലായി. വഖദ് കാന യറാനി, മനസ്സിലാക്കേണ്ട പോയിന്റ്, വഖദ് കാന യറാനി ഖബ്ല അൻ യുദ്റബൽ ഹിജാബു അലയ്യ, ഹിജാബിന്റെ മുമ്പ് അദ്ദേഹം എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ആര്? സഫ്വാൻ. അപ്പൊ ഹിജാബിന്റെ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നതിന്റെ മുമ്പ് അദ്ദേഹം എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്നെ മനസ്സിലായി. അപ്പൊ അതിനുശേഷമായിരുന്നെങ്കിൽ മനസ്സിലാവില്ല. അപ്പൊ അതിനുശേഷം എന്തായി? മുഖം മറക്കൽ നിർബന്ധമായി. ആയിഷ ബീവി പറയണം, ഹിജാബിന്റെ മുമ്പ് അദ്ദേഹം എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഫസ്തൈഖലതു ബിസ്തിർജാഇഹി ഹീന അറഫനി, അദ്ദേഹം എന്നെ കണ്ടപ്പോ അദ്ദേഹം ഇസ്തിർജാ ചൊല്ലി, അതായത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് അദ്ദേഹം ചൊല്ലി. അല്ല, അപകടം ഉണ്ടാകുമ്പോൾ ചെല്ലണ്ട, മരിച്ചാൽ മാത്രമല്ല, അപകടം ഉണ്ടാകുമ്പോൾ ചെല്ലേണ്ടതാണ് എന്ത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഉണർന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, ആ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ഉണർന്നത്. ആയിഷ ബീവി ആദ്യം ചെയ്തത് എന്താ? ഫഖമ്മർതു വജ്ഹി ബിജിൽബാബി. ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്, ലോകത്തുള്ള ഏത് തഫ്സീർ എടുത്താലും ഇത് കാണാം. എന്താ? ഫഖമ്മർതു വജ്ഹി, ഞാൻ എന്റെ മുഖം മറച്ചു. ഇത് കാട്ടറബികളെ സംസ്കാരമാണോ? ഞാൻ എന്റെ മുഖം മറച്ചു. ഇവരാരെ പരിഹസിക്കുന്നത്? ആയിഷ ബീവിനെ, അള്ളാഹുവിന്റെ റസൂലിനെ, സ്വഹാബ വനിതകളെ. ആയിഷ ബീവി പറയുന്ന വാചകമാണത്, ഫഖമ്മർതു വജ്ഹി. ഖമ്മറ നമ്മൾ നേരത്തെ വിശദീകരിച്ചു, ഖിമാർ. ഞാൻ എന്റെ മുഖം മറച്ചു. ബിജിൽബാബി, എന്റെ
ജിൽബാബ് കൊണ്ട്. ഇത് ഹദീസിൽ നമുക്ക് കിട്ടുന്ന വ്യക്തമായ തെളിവാണ്. എന്റെ ജിൽബാബ് കൊണ്ട് ഞാൻ എന്റെ മുഖം മറച്ചു. പിന്നെ ആ സംഭവം അങ്ങനെ വിശദീകരിക്കുകയാണ്. പിന്നീട് മറ്റുള്ളവര് വ്യഭിചാരാരോപണങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന അവര് മദീനത്തേക്ക് ചെല്ലുന്നത്, ആ സംഭവങ്ങൾ അതങ്ങനെ ദീർഘമായിട്ട് ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ഹദീസിൽ വന്നിട്ടുള്ള വ്യക്തമായ തെളിവാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചെയ്തത് അള്ളാഹിന്റെ ദീനിൽ നമുക്ക് തെളിവല്ലെങ്കിൽ പിന്നെ ആര് ചെയ്തതാ നമുക്ക് അള്ളാഹിന്റെ പരിശുദ്ധ ദീൻ ഇസ്ലാമിൽ തെളിവ്? ഇത് പ്രവാചകൻ പഠിപ്പിച്ചെടുത്തോണ്ടല്ലേ ഇത് ചെയ്യുന്നത്. ഒരു അന്യപുരുഷനെ കണ്ടു, സഫ്വാൻ അന്യപുരുഷനാണ്, ഉടനെ തന്നെ ഫസ്റ്റ് ചെയ്തത് മുഖം മറച്ചു എന്നുള്ളതാണ്. ഇതാണ് ഒരു തെളിവ്. രണ്ടാമത്, ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ ഈ വിഷയത്തെ തെളിവിടിച്ച എന്താണ്? ഹജ്ജിന്റെയും ഉംറയുടെയും സന്ദർഭത്തിൽ, ആ സന്ദർഭത്തിൽ പോലും മുഖം മറക്കാം എന്നുള്ളതാണ്. ആ സന്ദർഭത്തിൽ മുഖം മറക്കരുത് എന്നല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമ്മളിൽ പലർക്കും വന്നിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ സ്ത്രീകൾ മുഖം മറക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയത്, വിലക്കിയിട്ടുള്ളത് മുഖം മറക്കുന്നതിനല്ല, മറിച്ച് നിഖാബ് ധരിക്കുന്നതിനാണ്. അത് രണ്ടായിട്ട് മനസ്സിലാക്കണം. അപ്പൊ ഇതില് ഈ ആരാമത്തിൽ പറഞ്ഞ അധിക ആളുകളും സ്ത്രീക്ക് മുഖം മറക്കേണ്ടതില്ല എന്നുള്ളതിന് തെളിവായിട്ട് പറഞ്ഞിട്ടുള്ളത് ഹജ്ജിന്റെ വേളയിൽ മുഖം മറക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാ. ഹജ്ജിന്റെ വേളയിൽ മുഖം മറക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. അന്യപുരുഷന്മാരെ കാണുകയാണെങ്കിൽ ഹജ്ജിന്റെ വേളയിലും അല്ലെങ്കിൽ ഉംറയുടെ സന്ദർഭത്തിൽ, ആ സന്ദർഭത്തിൽ അവൾക്ക് മുഖം മറക്കാം എന്നുള്ളതിനാ തെളിവ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയത് എന്താണ്? വിലക്കിയത് നിഖാബാണ്. ആ ഹദീസ് കേട്ടോ, ബുഖാരി ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തൻതഖിബിൽ മർഅത്തുൽ മുഹ്രിമ, ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു സ്ത്രീ നിഖാബ് ധരിക്കരുത്. നിഖാബ് ധരിക്കരുത്, അതാണ് വിലക്കിയത്. അപ്പൊ ഇവരൊക്കെ ഈ രൂപത്തിൽ ഫത്വ പറയാൻ തുടങ്ങിയാൽ എന്താ ചെയ്യാ? മുഖം മറക്കരുത് എന്നല്ല, നിഖാബ് മറക്കരുത്. അതേപോലെ തന്നെ വല തൽബസ് അൽ ഖുഫാസൈനി, കയ്യുറകളും ധരിക്കരുത്. ഇത് ഹറാമാക്കി. ഇനി അന്യപുരുഷന്മാരെ കാണുമ്പോൾ മുഖം മറക്കാം. അത് ഹജ്ജിന്റെ സന്ദർഭത്തിലാണെങ്കിലും ഉംറയുടെ സന്ദർഭത്തിലാണെങ്കിലും അങ്ങനെ ചെയ്യുന്നതിന് വിരോധമില്ല എന്നുള്ളതിന്റെ തെളിവെന്താ? ഇതിപ്പോ ബുഖാരി ധരിച്ച ഹദീസ്. ഇനി അതിന് തെളിവ് തരാം. അപ്പൊ ആ സന്ദർഭത്തിൽ പോലും എന്ത്? നിഖാബ് ധരിക്കരുത്. അതായത് പൊതുവെ മുഖം മറക്കുന്ന ആ രീതി, ആ നിഖാബ് ഒഴിവാക്കണം ഹജ്ജിന്റെ. അത് പഠിപ്പിച്ചിട്ടും പിന്നെ സഹാബ വനിതകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത എന്താ? അന്യപുരുഷന്മാരെ കാണുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ പോലും അവർ അവരുടെ മുഖം മറക്കണം എന്നുള്ളതാണ്. അതിന്റെ തെളിവ് കേട്ടോ, ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുന്നു. എന്താ പറയുന്നത്? കാന റുക്ബാനു, ഹജ്ജിന്റെ സന്ദർഭത്തിൽ, കാന റുക്ബാനു, അന്യപുരുഷന്മാർ, യാത്രക്കാർ, ഹജ്ജിന് വന്നവർ, യമുറൂന ബിന, ഞങ്ങളുടെ അരികിലൂടെ അങ്ങനെ നടന്നു വരുന്നുണ്ടാകും. വനഹനുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹരിമാത്തുൻ, ഞങ്ങൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇഹ്റാമിലായിരിക്കെ ഞങ്ങൾ പ്രവാചകന്റെ കൂടെ ഉണ്ടാകും. ഫൈദാ ഹാദൗ ബിന, അങ്ങനെ ഈ അന്യപുരുഷന്മാർ ഞങ്ങളുടെ നേരെ വരുമ്പോൾ, സദലത്ത് ഇഹ്ദാന ജിൽബാബഹ മിൻ റഅസിഹാ, ഞങ്ങളിൽ ഓരോരുത്തരും അവളുടെ തലയിൽ നിന്ന് അവളുടെ ജിൽബാബ് എടുത്ത് അതുകൊണ്ട് മൂടും, അലാ വജ്ഹിഹ, അവളുടെ മുഖം മൂടും. ഹദീസാണ്. അഹ്മദ്, അബൂദാവൂദ് ഇവരൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഞങ്ങൾ പ്രവാചകന്റെ കൂടെ ഇഹ്റാമിലായിരിക്കും, അന്യപുരുഷന്മാർ ഞങ്ങളുടെ നേരെ വരും. ആ വാചകം ഒന്നും കൂടി ശ്രദ്ധിച്ചോ. ഫൈദാ ഹാദു ബിന, അവർ ഞങ്ങളുടെ നേരെ വരുമ്പോ, സദലത്ത് ഇഹ്ദാന, ഞങ്ങളിൽ ഓരോരുത്തരും താഴ്ത്തിയിടും, ജിൽബാബഹ, അവരുടെ ജിൽബാബ്, മിൻ റഅസിഹ, അവരുടെ തലയിൽ നിന്ന് എടുത്തിട്ട് എവിടേക്ക് താഴ്ത്തിയിടും? അലാ വജ്ഹിഹ, അവളുടെ മുഖത്തേക്ക് താഴ്ത്തിയിടും. എന്നിട്ട് ഫഇദാ ജാവസൂന, അവർ ഞങ്ങളെ കടന്നു പോയാൽ, കശഫ്നാഹു, ഞങ്ങൾ ആ മുഖം വെളിവാക്കും. അന്യപുരുഷന്മാര് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ആ മുഖം വെളിവാക്കും. അപ്പൊ നിഖാബ് ധരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പോലും അന്യപുരുഷന്മാരെ കാണണമെങ്കിൽ ഇവരെന്ത് ചെയ്യും? ആ തല മറച്ച, നിഖാബല്ല, ആ തല മൂടുന്ന അല്ലെങ്കിൽ ആ മക്കനെ കൊണ്ട് എന്ത് ചെയ്യാ? ആ മുഖം ഒന്ന് മറക്കുക. അല്ലെങ്കിൽ വേറെ ഏതാണോ വസ്ത്രം ഉള്ളത് അതുകൊണ്ട് ആ മുഖം ഒന്ന് മറക്കുന്നുള്ളതാണ്. അന്യപുരുഷന്മാർ പോയി കഴിഞ്ഞാൽ അവരത് ഒളിവാക്കും. അപ്പൊ നിഖാബ് ധരിക്കുന്നതിനെയാണ് വിലക്കിയത്. ഇത് മാത്രമല്ല, വേറൊരു ഹദീസ് കൂടി അതിൽ തെളിവുണ്ട്. അസ്മാ ബിൻത് അബീ ബക്കർ, അസ്മാ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി, അവര് പറയണത്, കുന്നാ നുഗത്തി വുജൂഹന,
ഞങ്ങൾ ഞങ്ങളുടെ മുഖങ്ങൾ മറക്കുമായിരുന്നു മിന റിജാലി അന്യപുരുഷന്മാരിൽ നിന്നു ഫിൽ ഇഹ്റാമി. കണ്ടോ, ഇഹ്റാമിലായിരിക്കെ. ഇത് കൃത്യല്ലേ? എത്ര കൃത്യമായ തെളിവുകളാ ഇത്. ഹാക്കി ഉദ്ധരിച്ചിട്ടുണ്ട്, ഷെയ്ഖ് അൽബാനി ഇത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇത് സ്വഹിയാക്കിയിട്ടുണ്ട്. അസ്മാ റളിയല്ലാഹു അൻഹ പറയാണ്, കുന്നാ നുഗത്തി വുജൂഹന, ഞങ്ങൾ ഞങ്ങളുടെ മുഖങ്ങൾ മറക്കാറുണ്ടായിരുന്നു മിന റിജാലി അന്യപുരുഷന്മാരെ കാണുമ്പോൾ ഫിൽ ഇഹ്റാമി, ഇഹ്റാമിലായിരിക്കെ തന്നെ ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെ വിലക്കിയത് എന്താണ്? നിഖാബിനെയാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇതിനെ വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞു, വഅമ്മൽ മർഅത്തുൽ മുഹ്രിമ, ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു സ്ത്രീ, ഫഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യശ്റഅ ലഹാ, അവൾക്ക് പഠിപ്പിച്ചിട്ടില്ല, മതത്തിൽ കൽപ്പിച്ചിട്ടില്ല, കശ്ഫുൽ വജ്ഹി ഫിൽ ഇഹ്റാമി വലാ ഗൈരി, ഇഹ്റാമിന്റെ സന്ദർഭത്തിലോ അതല്ലാത്ത സന്ദർഭത്തിലോ അവളുടെ മുഖം വെളിവാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശറഉം അവർക്ക് കൽപ്പിച്ചു കൊടുത്തിട്ടില്ല. വഇന്നമാ ജാഅ അൻ-നസ്സു, നസ്സ് വന്നത് ബിന്നഹി അനിൻ നിഖാബി ഖാസ, ആ നിഖാബ് ഉണ്ടല്ലോ, ആ നിഖാബ് ധരിക്കുന്ന വിഷയത്തിലാണ് ഏത് വന്നിട്ടുള്ളത്? നഹി, വിരോധം വന്നിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഏതുപോലെ പുരുഷന്മാർക്ക് കമീസ് ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? സറാവിയല് ധരിക്കാം, പാൻസ്, അങ്ങനെ തുന്നിയ വസ്ത്രങ്ങൾ പുരുഷന്മാർക്ക് പാടുണ്ടോ? അതിന്റെ അർത്ഥം നഗ്നനായിട്ട് നടക്കണമെന്നാ? അല്ലല്ലോ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് പാടില്ലല്ലോ ഇഹ്റാമിലായിരിക്കെ. അതേപോലെ തന്നെ സ്ത്രീക്ക് നിഖാബ് പാടില്ല എന്ന് പറഞ്ഞാൽ മുഖം മറക്കണ്ടെന്ന് ഇന്ന് കിട്ടൂ. അവൻ മറച്ചു എന്ന് ആയിഷ റളിയല്ലാഹു പറഞ്ഞു. ആയിഷ റളിയല്ലാഹുവിന്റെ സഹോദരി പറഞ്ഞു, ഇബ്നുൽ ഖയ്യിം അതിന് വ്യാഖ്യാനം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തുറന്നിടാൻ ആ സന്ദർഭത്തിൽ കൽപ്പിച്ചിട്ടില്ല. അന്യപുരുഷന്മാരെ കാണുകയാണെങ്കിൽ അവരുടെ തലയിലുള്ള ആ വസ്ത്രം കൊണ്ട്, എന്ത് ചെയ്യാൻ, അവരുടെ ജിൽബാബ് കൊണ്ട് അവർക്ക് അവരുടെ മുഖം മറക്കാം എന്നുള്ളത് തന്നെയാണ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞത്. ഇത് തന്നെ ഷെയ്ഖ് ഉസൈമീൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇതേ കാര്യം തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഇതിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, എന്ത്, വഹാദാ മിമ്മാ യദുല്ലു, ഈ സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നു, അല അന്ന നിഖാബ വൽ ഖുഫാസൈൻ, ഈ നിഖാബും ഈ കയ്യുറകളും കാന മഅറൂഫൈനി ഫിൻ നിസാഇ ഇല്ലാത്തി ലം യുഹ്രിംന, ഇഹ്റാമിൽ പ്രവേശിക്കാത്ത സ്ത്രീകൾക്കിടയിൽ, അതായത് ഹജ്ജിനോ ഉംറക്കോ വന്നതല്ലാത്ത സ്ത്രീകളുണ്ടല്ലോ, ആ സ്ത്രീകൾക്കിടയിൽ ഇത് മഅറൂഫായിരുന്നു, അവർ സാധാരണ അത് ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളത്. വദാലിക യഖ്തളി സിത്റു വുജൂഹിഹിന്ന വഅയ്ദിഹിന്ന, അപ്പൊ അതല്ലാത്ത സന്ദർഭങ്ങളിൽ അവർ അവരുടെ മുഖങ്ങളും കൈകളും മറച്ചിരുന്നു എന്നുള്ളതിന് ഈ സന്ദർഭത്തിൽ ഈ ഹദീസിൽ തെളിവുണ്ട് എന്നുള്ളത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് പറയണം. ഇതേപോലെ തന്നെ ഇബ്നുൽ അറബി അദ്ദേഹം ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞു, സ്ത്രീ നിഖാബ് ധരിക്കരുത് എന്ന ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞു, വദാലിക ലിഅന്ന സത്രഹാ വജ്ഹഹാ ബിൽ ബുർഖ ഫറദുൻ ഇല്ലാ ഫിൽ ഹജ്ജി, ഹജ്ജല്ലാത്ത സന്ദർഭത്തിൽ ബുർഖ കൊണ്ട് അല്ലെങ്കിൽ ആ നിഖാബ് കൊണ്ട് അവരുടെ മുഖം മറക്കുക എന്നുള്ളത് അവൾക്ക് നിർബന്ധമാണ്. ഹജ്ജല്ലാത്ത സന്ദർഭത്തിൽ എന്ത് ചെയ്യണം? ബുർഖ കൊണ്ടോ നിഖാബ് കൊണ്ടോ ആ മുഖം മറക്കുക എന്നുള്ളത് നിർബന്ധമാണ്. എന്നാൽ ഹജ്ജിന്റെ സന്ദർഭത്തിൽ എന്ത് ചെയ്യണം? അവരുടെ തലയിലുള്ള ഹിമാർ എടുത്തിട്ട് അവളത് അന്യപുരുഷന്മാരെ കാണുമ്പോൾ അത് താഴ്ത്തിടുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിച്ചത് ഇബ്നുൽ അറബി. ഇങ്ങനെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ അതിൽ പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. അപ്പൊ അതാണ് നമുക്കുള്ള മറ്റൊരു തെളിവ്. ആയിഷ റളിയല്ലാഹുവിന്റെ സംഭവം പറഞ്ഞു. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ ആ താബി പണ്ഡിതയായ ഹഫ്സ ബിൻതു സീരിന്റെ സംഭവം പറഞ്ഞു. അതേപോലെ തന്നെ ഹജ്ജിന്റെ വേളയിൽ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ മറ്റൊരു സംഭവമാണ് എന്ത്, സഫിയ റളിയല്ലാഹു തആല അൻഹ, പ്രവാചകന്റെ പത്നി. ഖൈബർ യുദ്ധത്തിന് ശേഷം യുദ്ധാനന്തരം അവരെ തടവുകാരായിട്ട് പിടിച്ചു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്തു. ആ സംഭവം വിശദീകരിക്കുന്നിടത്ത് കാണാൻ സ്വഹാബത്ത് പറയാണെന്ത്, അവരെ പ്രവാചകൻ ഭാര്യയായിട്ട് സ്വീകരിച്ചല്ലേ. അപ്പൊ അവര് പറയണെന്ത്, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഭാര്യയായിട്ട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മുഖം മറക്കും, ഇല്ലെങ്കിലോ മുഖം മറക്കൂല. അവർ നോക്കിയ അടയാളം എന്താണ്? നബിന്റെ ഭാര്യയാണോ അല്ലേ? അവരത് മനസ്സിലാക്കാൻ സ്വീകരിച്ച അടയാളം മുഖം മറച്ചിട്ടുണ്ടോ? നബി അവരെ ഭാര്യയായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. യുദ്ധത്തിൽ തടവുകാരായി പിടിച്ച ആളുകൾ ഒന്നെങ്കിൽ അടിമകളാക്കി വെക്കുക, അല്ലെങ്കിൽ അവരെ മോചിപ്പിച്ചിട്ട് വിവാഹം ചെയ്യാം. സഫിയ റളിയല്ലാഹു അൻഹ നമ്മൾ പഠിച്ചിട്ടുണ്ട് അവരുടെ ചരിത്രം. അങ്ങനെ പിന്നെ കിട്ടിയ ആളാണ്. അങ്ങനെ അവരെ നബി മോചിപ്പിച്ചു അവരെ വിവാഹം ചെയ്യാണ് ചെയ്തത്. അപ്പൊ ആ സംഭവം ബുഖാരിയിലൊക്കെ വന്നിട്ടുണ്ട്. അതിൽ കാണാ സഹാബത്ത് പറയണത്, മുസ്ലിമിൽ വന്നിട്ടുള്ള റിപ്പോർട്ട് അതിൽ കാണുന്നത്, ഇൻ ഹജബഹ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഹിജാബ് ധരിപ്പിക്കുകയാണെങ്കിൽ, ആ മുഖം ധരിപ്പിക്കുകയാണെങ്കിൽ ഫഹിയ മിൻ ഉമ്മഹാത്തിൽ മുഅ്മിനീൻ, അവര് ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്, നബിന്റെ ഭാര്യമാരിൽ പെട്ട ആളാണ്. വൈലം യഹ്ജുബുഹ, ഇനി ഹിജാബ് ധരിപ്പിച്ചിട്ടില്ലെങ്കിലോ ഫഹിയ മിമ്മ മലക്കത്തി യമീൻ, അടിമ തന്നെയാണ്. അതിന്റെ ചരിത്രം വിശദീകരിക്കുന്ന അതിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഒട്ടകപ്പുറത്തിരുത്തി, എന്നിട്ട് ഒട്ടകപ്പുറത്തിരുത്തിയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹമലഹ വറാഹു വജഅല റിദാഹു അലാ ലഹരിഹ വവജിഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ തട്ടെടുത്തിട്ട് ആ തട്ടം കൊണ്ട് മറച്ചു, അലാ ലഹരിഹ വവജിഹ, അവരുടെ മുഖവും അവരുടെ പിൻഭാഗവും, മൊത്തത്തിൽ മുഖടക്കം മറച്ചു കൊടുത്തു. അത് ചരിത്രത്തിലും വന്നിട്ടുണ്ട്. ഇത് പ്രത്യേകം പറയാനുള്ള കാരണം എന്താ, അന്നത്തെ കാലഘട്ടത്തിൽ അടിമകളായിരുന്നു മുഖം തുറന്നിട്ട് നടക്കാറുണ്ടായിരുന്നത്. സ്വതന്ത്രകള് അവര് മുഖം മറച്ചിട്ട് നടക്കാറുണ്ടായിരുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ ആയത്തുകളുടെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അടിമകളാണെങ്കിൽ അവര് മുഖം തുറന്നിട്ടുണ്ട്, അവര് നിക്കാബോ ഹിജാബോ ബുർക്കോ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ സ്വതന്ത്രരാണെങ്കിൽ അവരെന്ത് സ്വീകരിക്കും, അവര് ഒരു ഹിജാബ്, ഒരു നിക്കാബ്, ഒരു മറ സ്വീകരിക്കും, മുഖം മറക്കും. അപ്പൊ ഇതാണ് സഹാബികൾ നോക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം മറച്ചിട്ടുണ്ടെങ്കിൽ അവർ നബിന്റെ ഭാര്യയായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കി. അപ്പൊ ഇങ്ങനെ ഹദീസുകളിൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഹദീസുകളിൽ തന്നെ കാണാം. അത് നമ്മൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഇതിന്റെ തെളിവ് ഇനി നമുക്ക് ചരിത്രത്തില്, അതേപോലെ തന്നെ ഉത്തമ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നത്, പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞ നിലപാടുകൾ ഓരോന്നും നമുക്ക് വ്യക്താക്കാനുണ്ട്. പക്ഷെ നമുക്ക് സമയം കുറവാണ്. അതിൽ ഹാഫിൽ ഇബ്നു ഹജർ പറഞ്ഞ ഒരു വാചകം, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്താ അറിയോ? അദ്ദേഹം പറഞ്ഞു, ലം തസൽ ആദത്തു നിസായി ഖദീമൻ വ ഹദീസൻ, ആദ്യ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും, അതായത് പിൽക്കാല കാലഘട്ടത്തിലും ഇന്നത്തെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന സമ്പ്രദായം എന്താണ്? നടപടിക്രമം യസ്തുർന വുജൂഹുന്ന അനിൽ അജാനിബി, സ്ത്രീകൾ അന്യപുരുഷന്മാരിൽ നിന്ന് അവരുടെ മുഖം മറക്കുമായിരുന്നു. ഇത് ആദ്യ കാലഘട്ടത്തിലും പിൽക്കാലഘട്ടത്തിലുമുള്ള ആദത്താണ്, ഒരു നടപടിക്രമമാണ് എന്ന് ഹാഫിൽ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ 9-ാം വാള്യത്തിൽ അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ഇത് ഏതാണ്ട് പണ്ഡിതന്മാരൊക്കെ തന്നെ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഇത് മുസ്ലിം ലോകത്ത് നിലവിലുള്ള ഒരു സമ്പ്രദായമായിരുന്നു. പക്ഷേ സ്ത്രീയെ വിൽപ്പന ചരക്കാക്കിയ ആളുകൾ, ഒരു ഉപഭോഗ സംസ്കാരത്തിന്റെ ഭാഗമാക്കി, ഒരു കച്ചവടത്തിന്റെ ഭാഗമാക്കി മാറ്റിയ ആളുകളാണ് എന്ത് ചെയ്തത്? സ്ത്രീ സൗന്ദര്യം പ്രദർശിപ്പിക്കണം, അത് അടിമത്തമാണ്, പിന്നെ പർദ്ദ ധരിക്കലും ഹിജാബ് ധരിക്കലും മുഖം മറക്കലൊക്കെ അടിമത്തമാണ് എന്നുള്ള രീതിയിലേക്ക് യഥാർത്ഥത്തിൽ കൊണ്ട് എത്തിച്ചത് ഇസ്ലാമിന്റെ ശത്രുക്കളാണ് എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി നമുക്കുണ്ടാകണം. ഇനി ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് എന്താണ് എന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം മുഖം മറക്കേണ്ടതില്ല എന്ന് പറയുന്ന വാദത്തിന്റെ ആളുകൾ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കാറുണ്ട് പലരും. അതേപോലെ തന്നെ അദ്ദേഹം അത് ജായിസാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് അദ്ദേഹത്തിന്റെ മേൽ ഉന്നയിക്കുന്ന ആരോപണം മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി മുഖം മറക്കണ്ട എന്ന് അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല. അത് കേവലം ജായിസ് മാത്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. മറിച്ച് അദ്ദേഹം ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് അത് വാജിബല്ല എന്നത് മാത്രമാണ്. അത് വാജിബല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന് അദ്ദേഹം തെളിവുകൾ ഉദ്ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ചില സ്ത്രീകൾ മുഖം തുറന്നിട്ട സംഭവങ്ങൾ അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്, അത് നിർബന്ധമായിരുന്നെങ്കിൽ, വാജിബായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും ഒരവസരത്തിലും ഒരു സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തുറന്നിടാനുള്ള അനുവാദം കൊടുക്കുമായിരുന്നില്ല. മുഖം അവറത്തായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും അത് തുറന്നിടുന്ന ഒരു സാഹചര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുമായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാജിബല്ല എന്ന വാദം സമർത്ഥിക്കുന്നത്. ഷെയ്ഖ് അൽബാനി പറയുന്നത് മുസ്ലിം സ്ത്രീയുടെ മുഖം അവറത്തല്ല, അതുകൊണ്ട് തന്നെ അത് മറക്കൽ വാജിബല്ല എന്ന നിലപാടാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഉദ്ധരിക്കുന്ന തെളിവുകൾ ഒരുപാടുണ്ട്. അത് നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ വിശദീകരിക്കാവുന്നതാണ്. ഇനി ഷെയ്ഖ് അൽബാനി എന്ത് പറഞ്ഞു എന്ന് പരിശോധിക്കുന്നതിന്റെ മുമ്പ് ഈ വിഷയത്തിൽ മുഖം മറക്കേണ്ടതില്ല എന്ന് പറയുന്ന ആളുകൾ ഉദ്ധരിക്കുന്ന തെളിവുകളുടെ സ്ഥിതി നമ്മളൊന്ന് മനസ്സിലാക്കണം. മഹാനായ ഷെയ്ഖ് ബക്കർ അബൂ സയ്യിദ് അദ്ദേഹം പറഞ്ഞു,
ഇവർ കൊണ്ടുവരുന്ന തെളിവുകൾ ലാ യഖ്ലു മിൻ സലാസി ഹാലാത്തിൻ, 3 അവസ്ഥകളിൽ നിന്ന് അത് മുക്തമല്ല. 3 കോലത്തിലുള്ള തെളിവുകളാണ് ഇവർക്ക് കൊണ്ടുവരാനുള്ളത്. ഒന്ന് ദലീലുൻ സ്വഹീഹുൻ സ്വരീഹുൻ, സ്വഹീഹും സ്വരീഹുമായ തെളിവുകളുണ്ട്. ലാക്കിന്നഹു മൻസൂഖും ബി ആയാതി ഫർളിൽ ഹിജാബ്, പക്ഷേ ഹിജാബിന്റെ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടതോടുകൂടി അതൊക്കെ മൻസൂഹാക്കപ്പെട്ടിരിക്കുന്നു. സ്വഹീഹായ തെളിവുകൾ തന്നെയാണ്, സ്വരീഹായ തെളിവുകൾ തന്നെയാണ്, വ്യക്തമായ തെളിവുകൾ തന്നെ ഉണ്ട്. പക്ഷെ ഹിജാബിന്റെ ആയത്തോടുകൂടി അത് മൻസൂഹാക്കപ്പെട്ടു. 2 ദലീലുൻ സ്വഹീഹുൻ ലാക്കിന്നഹു ഗൈറു സ്വരീഹിൻ, സ്വഹീഹായ തെളിവുകൾ പക്ഷെ അതെന്തല്ല, സ്വരീഹല്ല. അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ലാ തസ്വുത് ദലാലത്തുഹു അമാമൽ അദില്ലത്തിൽ ഖത്ഇയ്യ الدلاله من الكتاب والسنه على حجب الوجه والكفين, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മുഖം മറക്കണം എന്ന് പറയുന്ന വ്യക്തമായി വന്നിട്ടുള്ള തെളിവുകൾക്കെതിരെ ബലപ്പെട്ട തെളിവുകളല്ല അതിലുള്ളത്. മുഖം മറക്കണം എന്ന് പറയുന്നവരുടെ തെളിവുകൾ ശക്തമായ തെളിവുകളാണ്. ആ തെളിവിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ മാത്രം പറ്റുന്ന തെളിവുകളല്ല, സ്വരീഹായ തെളിവുകളല്ല. അതാണ് രണ്ടാമത്തത്. 3 ദലീലുൻ സ്വരീഹുൻ, സ്വരീഹായ തെളിവ് തന്നെ, വലാകിന്നഹു ഗൈറു സ്വഹീഹിൻ, പക്ഷെ എന്തല്ല, ആ തെളിവുകളൊന്നും സ്വഹീഹല്ല. അപ്പൊ സ്വരീഹായ തെളിവുകളാണ്, പക്ഷെ സ്വഹീഹല്ല. ഇങ്ങനെ ഈ 3 രൂപത്തിലുള്ള തെളിവുകളാണ് മുഖം മറക്കേണ്ടതില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഉന്നയിക്കാനുള്ളത് എന്ന് അദ്ദേഹം അത് വിശദീകരിക്കണം. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ സ്വീകരിച്ച സമീപനം എന്താണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം പറഞ്ഞത് മുഖം മറക്കുക എന്നത് വാജിബല്ല, എന്നാൽ അത് മറക്കുകയാണെങ്കിൽ അതാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്, അത് മുസ്തഹബാണ്, അതാണ് അഫ്ളല്, അതാണ് അഹ്സൻ എന്നാണ് ഷെയ്ഖ് അൽബാനി പറഞ്ഞിട്ടുള്ളത്. അത് മുസ്തഹബ്. എന്താ മുസ്തഹബ് എന്ന് പറഞ്ഞാൽ കേവലം ജായിസ് എന്ന് മാത്രമാണോ മുസ്തഹബിന്റെ അർത്ഥം? അതല്ല, പ്രതിഫലാർഹമായ കാര്യമാണ് എന്നോ? അദ്ദേഹം പറഞ്ഞതാണ് മുസ്തഹബാണ്, അഫ്ളലാണ്, ഏറ്റവും ശ്രേഷ്ഠം മുഖം മറക്കൽ തന്നെയാണ് എന്നാണ് ഷെയ്ഖ് അൽബാനിയുടെ നിലപാട്. ഇനി അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള ചില വാചകങ്ങൾ ഞാൻ എടുത്തുദ്ധരിക്കാം. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ 26-ാമത്തെ പേജിൽ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വലഖദ് അലിംതു അന്ന കിതാബന ഹാദാ കാന ലഹു അൽ അസറു തയ്യിബ് വൽഹംദുലില്ലാഹ് ഇൻദൽ ഫതയാത്തിൽ മുഅ്മിനാത്തി വസ്സൗജാത്തിൽ മുഹ്സനാത്തി. നമ്മുടെ ഈ ഗ്രന്ഥം നല്ല സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ മുഅ്മിനാത്തുകളായ യുവതികൾക്കിടയിലും അതേപോലെ തന്നെ പതിവ്രതകളായ സ്ത്രീകൾക്കിടയിലും വല്ലാത്ത സ്വാധീനം നമ്മുടെ ഗ്രന്ഥം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മുസ്ലിം സ്ത്രീക്ക് നിർബന്ധമായ ജിൽബാബിന്റെ അവസ്ഥകൾ അത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് ഈ ഗ്രന്ഥം ഉപകരിച്ചിട്ടുണ്ട്, അവർ അതിലേക്ക് ഉത്തരം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നു, വഫീഹിന്ന, ആ സ്ത്രീകളുടെ കൂട്ടത്തിലുണ്ട്, മൻ ബാദറത് ഇലാ സത്രി വജ്ഹിഹാ അയ്ളൻ, ഇതേപോലെ തന്നെ തങ്ങളുടെ മുഖം മറക്കാൻ ധൃതി കാണിച്ചവർ അവരുടെ കൂട്ടത്തിലുണ്ട് ഈ ഗ്രന്ഥം വായിച്ചതിന് ശേഷം. ഹീന അലിമത്ത് മിൻഹു, കാരണം ഈ ഗ്രന്ഥത്തിൽ നിന്നും അവർ മനസ്സിലാക്കി, അന്നദാലിക മിൻ മഹാസിനിൽ ഉമൂരി, മുഖം മറക്കുക എന്നുള്ളത് ഏറ്റവും ഒരു പുണ്യമുള്ള കാര്യങ്ങളിൽ, പുണ്യം നിറഞ്ഞ കാര്യത്തിൽപ്പെട്ടതാണ് എന്നവർ മനസ്സിലാക്കി. വമക്കാരിമിൽ അഖ്ലാഖി, ഉത്കൃഷ്ടമായ സ്വഭാവങ്ങളിൽപ്പെട്ടതാണ് എന്നവർ മനസ്സിലാക്കി. മുഖ്തദിയാത്തിൻ ഫീഹി ബിൻ നിസാഇൽ ഫുളൈലാത്തി മിനസ് സലഫിസ് സ്വാലിഹി, സലഫുസ് സ്വാലിഹീങ്ങളായ ശ്രേഷ്ഠവതികളായ സ്ത്രീകളുടെ മാതൃക ആ വിഷയത്തിലുണ്ട്, അത് അവരെ അനുധാവനം ചെയ്യലാണ് എന്നും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. വഫീഹിന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീന റളിയല്ലാഹു അൻഹുന്ന, പ്രവാചക പത്നിമാരുടെ ഭാര്യമാർ പോലും റളിയല്ലാഹു അൻഹുന്ന, അവർ പോലും ഈ മുഖം മറക്കുക എന്ന ഉത്കൃഷ്ടമായ സ്വഭാവം സ്വീകരിച്ചിട്ടുണ്ട് എന്നത് അവര് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി വിശദീകരിക്കണം. ഇനി മറ്റൊരു സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ 30-ാമത്തെ പേജിൽ അദ്ദേഹം പറഞ്ഞു, അന്നനി ബിജാനിബിൻ തക്രീരി അന്നൽ വജ്ഹ ലൈസ ബിഔറ, മുഖം ഔറത്തല്ല എന്ന അദ്ദേഹത്തിന്റെ വാദത്തെ സ്ഥാപിച്ചുകൊണ്ട് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അത് ഔറത്തല്ല എന്നതാണ് എന്റെ നിലപാട്. എന്നിരുന്നാൽ തന്നെയും
ഖദ് ഖറർതു ഐലൻ, ഇതേപോലെ തന്നെ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്റെ വാദം, അന്ന സത്റ ഹുവൽ അഫ്ളൽ, സ്ത്രീ അവളുടെ മുഖം മറക്കുകയാണെങ്കിൽ അതാണ് അഫ്ളൽ, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അപ്പൊ ഷെയ്ഖ് അൽബാനിന്റെ നിലപാടെന്താ? മുഖം മറക്കണ്ട എന്നതാണോ? അതല്ല അത് കേവലം ജായിസ് എന്ന് മാത്രമാണോ? അത് രണ്ടുമല്ല. അദ്ദേഹം പറയുന്നത് അന്ന സത്റ ഹുവൽ അഫ്ളൽ, മുഖം മറക്കലാണ് അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. എന്തുകൊണ്ട്? വറദതു ഫീഹി അലാ മൻ സഅമ. എന്നിട്ട് അദ്ദേഹത്തിന്റെ 114 പേജിൽ ഉദ്ധരിച്ച ഒരു സംഭവം എടുത്തുദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ആ ഹദീസുകൾ ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹം പറയാണ്, ഫയുസ്തഫാദു മിമ്മാ ദക്കർന, നമ്മൾ ഈ ഉദ്ധരിച്ച സംഭവങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫായിദ, അന്ന സത്തറൽ മർഅതി ലിവജ്ഹിഹാ ബിബുർഖ ഔ റഹവ, സ്ത്രീ ബുർഖ കൊണ്ട് അല്ലെങ്കിൽ അതുപോലുള്ളത് കൊണ്ട് അവളുടെ മുഖം മറക്കുക എന്നത് മിമ്മാ ഹുവ മഅറൂഫുൻ അൽയൗമ, ഇന്നത്തെ കാലഘട്ടത്തിൽ അറിയപ്പെട്ടതുപോലെ നിസാഇൽ മുഹ്സനാതി, പതിവ്രതകളായ സ്ത്രീകളുടെ അടുത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ അറിയപ്പെട്ടത് എന്താണ്? ബുർഖ കൊണ്ട് അല്ലെങ്കിൽ അതുപോലുള്ളത് കൊണ്ട് മുഖം മറക്കുക എന്നത്. ആ കാര്യം അംറുൻ മശ്റൂഉൻ മഹ്മൂദുൻ, അതെന്തല്ല, അത് ബിദ്അത്തല്ല, അത് കാട്ടറബികളുടെ സംസ്കാരമല്ല. അംറുൻ മശ്റൂഉൻ മഹ്മൂദുൻ, അത് മതത്തിൽ നിയമമാക്കപ്പെട്ട കാര്യമാണ്. വഇൻ കാന ലാ യജിബു ദാലിക അലൈഹ, മുഖം മറക്കുക എന്നത് അവൾക്ക് നിർബന്ധമല്ലെങ്കിലും അത് മശ്റൂആണ്, മഹ്മൂദാണ്, പ്രോത്സാഹിക്കപ്പെടേണ്ട സ്തുത്യർഹമായ മതത്തിൽ നിയമമാക്കപ്പെട്ട കാര്യമാണ്, അത് നിർബന്ധമല്ലെങ്കിലും. ബൽ, ഇത് മാത്രമല്ല, മൻ ഫഅല ഫഖദ് അഹ്സൻ, ആരെങ്കിലും അങ്ങനെ മുഖം മറച്ചാൽ അതാണ് അവർക്ക് അഹ്സൻ, ഏറ്റവും നല്ലത്. വമല്ല ഫല ഹറജ, ഇനി ഒരാൾ മറച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ട് അവർക്ക് കുറ്റമില്ല. അപ്പൊ ഷെയ്ഖ് അൽബാനി പറയുന്നത് എന്താ? അത് മശ്റൂആണ് എന്നതാണ്, അത് മഹ്മൂദാണ് എന്നതാണ്, അത് അഹ്സനാണ് എന്നതാണ് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. ഇനിത് മാത്രല്ല, അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ 104 പേജിൽ അദ്ദേഹം പറഞ്ഞു, ലഅലം അന്ന സത്റൽ വജ്ഹി വൽ കഫൈനി ലഹു അസ്ലുൻ ഫിസ് സുന്ന. ഓരോരുത്തരും മനസ്സിലാക്കട്ടെ, അറിയട്ടെ, സ്ത്രീ മുഖം മറക്കുക എന്നത്, അവളുടെ 2 കൈകളും മറക്കുക എന്നുള്ളത്, ലഹു അസ്ലുൻ ഫിസ് സുന്ന, അതിന് സുന്നത്തിൽ അടിത്തറയുണ്ട്, സുന്നത്തിൽ സ്ഥിരപ്പെട്ട പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. വഖദ് കാന ദാലിക മഅഹൂദൻ ഫീ സമനിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ അവർ പരിപാലിച്ചു പോന്നിരുന്ന, അവർ കർശനമായി സ്വീകരിച്ചു പോന്നിരുന്ന ഒരു രീതി മുഖം മറക്കുക എന്നതായിരുന്നു, 2 കൈകളും മറക്കുക എന്നതായിരുന്നു. കമാ യുശീറു ഇലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖൗലിഹി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി തെളിവായി കൊണ്ടുവരുന്നു. എന്തിന്റെ തെളിവായി? മുഖം മറക്കണം, അതിന് സുന്നത്തിൽ അടിത്തറയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അതുണ്ടായിരുന്ന ആ രീതിയായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത് എന്നതിന് അദ്ദേഹം തെളിവ് കൊണ്ടുവരുന്നത് നമ്മൾ നേരത്തെ ഉദ്ധരിച്ച ഹദീസാണ്. ഒരു സ്ത്രീ എന്ത് ചെയ്യരുത്? ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു സ്ത്രീ നിഖാബ് ധരിക്കരുത്, അതേപോലെ തന്നെ ഖയ്റ ധരിക്കരുത് എന്ന് പറഞ്ഞ ഹദീസ് അദ്ദേഹം തെളിവായിട്ട് കൊണ്ടുവന്നു. അത് തെളിവായി കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അതിന് കൊടുത്ത വ്യാഖ്യാനവും ഷെയ്ഖ് അൽബാനി തെളിവായിട്ട് കൊണ്ടുവന്നു. ആ വ്യാഖ്യാനം എന്താന്നുള്ളതും നമ്മൾ നേരത്തെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞത്, വഹാദാ മിമ്മാ യദുല്ലു അലാ അന്ന നിഖാബ വൽ ഖുഫാസൈനി, ഈ ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നു, നിഖാബും ഖുഫാസും ധരിക്കുക എന്നത് കാന മഅറൂഫൈനി ഫിൻ നിസാഇ ഇല്ലാത്തി ലം യഹ്രിംന, ഇഹ്റാമിൽ പ്രവേശിക്കാത്ത സ്ത്രീകൾക്കിടയിൽ അത് അറിയപ്പെട്ടതായിരുന്നു. വദാലിക യഖ്തലി, അത് അറിയിക്കുന്നു, സത്റു വുജൂഹിഹിന്ന വ ഐദീഹിന്ന, സ്ത്രീകൾ അവരുടെ മുഖങ്ങളും 2 കൈകളും മറച്ചിരുന്നു എന്നതും ആ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കുന്നു. എന്ന ഷെയ്ഖുൽ ഇസ്ലാമിന്റെ വാചകം ഉദ്ധരണി കൊണ്ടുവന്നതിന് ശേഷം ഷെയ്ഖ് അൽബാനി വീണ്ടും പറയുന്നു, വൻ നുസൂസ് മുതലാഫിറ, ഈ വിഷയത്തിൽ വന്നിട്ടുള്ള നുസൂസുകൾ അത് വ്യക്തമാണ്, സുവ്യക്തമാണ്. അല അന്ന നിസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ കുന്ന യഹ്തജബ്ന ഹത്താ ഫീ വുജൂഹിഹിന്ന,
അവർ അവരുടെ മുഖം മറക്കാറുണ്ടായിരുന്നു, അവർ ഹിജാബ് സ്വീകരിച്ചിരുന്നു, അവരുടെ മുഖങ്ങൾക്ക് പോലും അവർ ഹിജാബ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വഇലൈക ബഅദുൽ അഹാദീസി വൽ ആസാരി ലത്തി തുഅയ്യിദു മാ നഖൂലു, നമ്മൾ ഈ പറയുന്നതിന്റെ തെളിവായി കൊണ്ട് ചില ആസാറുകളും ചില ഹദീസുകളും ഞാൻ നിന്നിലേക്ക് തരാം എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്ത്രീക്ക് മുഖം മറക്കണം എന്ന് പറയുന്ന ഹദീസുകൾ തെളിവായി ഉദ്ധരിക്കുകയാണ് ഷെയ്ഖ് അൽബാനി ചെയ്യുന്നത്. എന്നിട്ട് ആ ഹദീസുകളൊക്കെ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് 110 പേജിൽ വീണ്ടും ഷെയ്ഖ് അൽബാനി പറഞ്ഞു, ഹദീസുകളൊക്കെ ഉദ്ധരിച്ചിട്ട് പറഞ്ഞു, ഫഫീ ഹാദിഹിൽ ഹദീസി, ഈ ഹദീസുകളിലുണ്ട് ദലാലത്തുൽ ലാഹിറ, പ്രത്യക്ഷമായി തന്നെ തെളിവുകളുണ്ട്, അല അന്ന ഹിജാബൽ വജ്ഹി, മുഖം മറക്കുക എന്നത് ഖദ് കാന മഅറൂഫൻ ഫി അഹദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അത് മഅറൂഫായിരുന്നു, അവർക്കിടയിൽ അത് അറിയപ്പെട്ട ഒരു നന്മയായിരുന്നു എന്നുള്ളതിന് ഈ ഹദീസുകളിൽ തെളിവുണ്ട്. വഅന്ന നിസാഅഹു, ഇത് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ കുന്ന യഫ്അൽന ദാലിക, അവരത് ചെയ്യാറുണ്ടായിരുന്നു എന്നതിനും ഈ ഹദീസുകളിൽ തെളിവുണ്ട്. മാത്രമല്ല വഖദ് ഇസ്തന്ന ബിഹിന്ന, ഈ ചര്യയാണ് സ്വീകരിച്ചു പോന്നിട്ടുള്ളത് ഫുദൈലാത്തുൻ നിസാഇ ബഅദഹുന്ന, സഹാബ വനിതകൾക്ക് ശേഷമുള്ള സമൂഹത്തിൽ ജീവിച്ച ശ്രേഷ്ഠവതികളായ സ്ത്രീകൾ സ്വീകരിച്ചു പോന്ന ഏറ്റവും ഉത്തമമായ നിലപാടും ഇതായിരുന്നു എന്നതിനും തെളിവുകളുണ്ട്. വൈലൈക മിസാലൈനി അലാ ദാലിക, നിനക്കതിന് 2 തെളിവുകൾ തരാമെന്ന് പറഞ്ഞിട്ട് നേരത്തെ നമ്മൾ ഉദ്ധരിച്ച ഹഫ്സ ബിൻത് സീരീന്റെ അടക്കമുള്ള സംഭവങ്ങളും ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നു. ഇത് മാത്രമല്ല, ഫിത്ന വരുന്ന ഒരു സന്ദർഭത്തിലാണെങ്കിൽ സ്ത്രീക്ക് മുഖം മറക്കൽ നിർബന്ധമാണ് എന്നാണ് ഷെയ്ഖ് അൽബാനിയുടെ നിലപാട്. അത്തരമൊരു ഘട്ടത്തിൽ മുഖം മറക്കൽ അവർക്ക് വാജിബായി തീരും എന്ന് ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നു. അദ്ദേഹം പറയുന്നത് അന്നഹു യജിബു അലൈഹാ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർബന്ധമായി തീരുന്നു ഫീ ഹാദിഹിൽ ഹാല, ഫിത്നയുടെ ഈ സാഹചര്യത്തിൽ, ഈ സന്ദർഭത്തിൽ, അതായത് ഫിത്നയുടെ ഘട്ടത്തിൽ അൻ തസ്തുറഹു, മുഖം മറക്കുക എന്നത് അവൾക്ക് നിർബന്ധമായി തീരുന്നു. ദഫ്അൻ ലിൽ അദാ വൽ ഫിത്ന, ആ ഫിത്നയിൽ നിന്ന് അവൾക്ക് രക്ഷ കിട്ടുന്നതിന് വേണ്ടി, ആ ഫിത്നയിൽ നിന്ന് അവൾക്ക് സുരക്ഷിതത്വം, ആ ഉപദ്രവത്തിൽ നിന്ന് അവൾക്ക് സുരക്ഷിതത്വം ലഭിക്കുന്നതിന് വേണ്ടി മുഖം മറക്കുക എന്നുള്ളത് അവൾക്ക് വാജിബായി തീരുന്നു എന്നും ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ തങ്ങളുടെ തെറ്റായ വാദങ്ങൾക്ക് വേണ്ടി ഷെയ്ഖ് അൽബാനിയെ വലിച്ചു കൊണ്ടുവരുന്നത് അദ്ദേഹത്തോട് കാണിക്കുന്ന അനീതിയാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ ഷെയ്ഖ് അൽബാനി സ്വീകരിച്ചിട്ടുള്ള സമീപനം. അദ്ദേഹം പറഞ്ഞത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ട്, ആ വിഷയത്തിൽ ഹദീസുകൾ വന്നിട്ടുണ്ട്, ആസാറുകൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അങ്ങനെയായിരുന്നു, ആ ഭാര്യമാർ സ്വീകരിച്ച നിലപാട് തന്നെയായിരുന്നു പിന്നീട് സമൂഹത്തിൽ വന്നിട്ടുള്ള ശ്രേഷ്ഠവതികളായ പതിവ്രതകളായ സ്ത്രീകളും സ്വീകരിച്ചിട്ടുള്ളത്. അത് അഫ്ളലാണ്, അത് മുസ്തഹബാണ്, ആ വാദത്തിലേക്കാണ് നാം ക്ഷണിക്കുന്നത്, അത് അഹ്സനാണ്, അതിന് അസ്ലുണ്ട്. ഇതൊക്കെയാണ് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അതിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്ന ചില സംഭവങ്ങൾ, ഒന്ന് അസ്മാ റളിയല്ലാഹുവിന്റെ സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അസ്മാ റളിയല്ലാഹു അൻഹ നേരിയ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നു എന്നാണല്ലോ. ആ നേരിയ വസ്ത്രം ധരിച്ചു വന്ന ആ സംഭവം എന്താണ്? ആ സംഭവം ലൈഫാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്മാ റളിയല്ലാഹു അൻഹയോട് എന്ത് പറഞ്ഞു? യാ അസ്മാ, അല്ലേ അസ്മാ, ഇന്നൽ മർഅത ഇദാ ബലഗത് അൽ മഹീല ലം തസ്ലുഹ അൻ യുറാ മിൻഹാ ഇല്ലാ ഹാദാ വഹാദാ വഅശാറ ഇലാ വജ്ഹിഹി വകഫൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്മയോട് പറഞ്ഞു, അസ്മ, പ്രായപൂർത്തിയെത്തിയ ഒരു സ്ത്രീ ഇത് രണ്ടുമല്ലാതെ വെളിവാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. മുഖത്തേക്കും 2 കൈപ്പടത്തിലേക്കും ചൂണ്ടി. ഈ ഹദീസാണ് എല്ലാവർക്കും കാണാതെ കിട്ടുന്ന ഒരു ഹദീസ്. യഥാർത്ഥത്തിൽ ഈ ഹദീസിനെ സംബന്ധിച്ച് അബൂദാവൂദാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. അബൂദാവൂദ് തന്നെ പറഞ്ഞു എന്ത്? ഈ ഹദീസ് മുർസലാണ്. ഈ ഹദീസ് ഉദ്ധരിച്ച ആളാണ് അബൂദാവൂദ്. അബൂദാവൂദ് തന്നെ പറഞ്ഞു ഈ ഹദീസ് മുർസലാണ്. അതായത് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ഖാലിദ് ബിൻ ദുറൈക്കാണ്. ഖാലിദ് ബിൻ ദുറൈക്ക് ആയിഷ റളിയല്ലാഹു അൻഹയെ കണ്ട ആളല്ല. പിന്നെ എങ്ങനെ ഈ ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് നിന്ന് കിട്ടുന്നത്? അതിന്റെ കണ്ണിയേറ്റിട്ടുണ്ട്, ഇതിന്റെ സനദിന് കണ്ണിയേറ്റിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ നേരിട്ട് കേട്ടിട്ടില്ല ആര്? ഖാലിദ് ബിൻ ദുറൈക്ക്. അതുകൊണ്ട് ഈ ഹദീസ് മുർസലാണ്. അതുകൊണ്ട് ഈ ഹദീസ് സ്വീകരിക്കാൻ പാടില്ല. ഇതേപോലെ തന്നെ ഈ ഹദീസിന്റെ സനദിലുള്ള വേറെ ചില ആളുകൾ, സഈദ് ബിൻ ബുഷൈർ, അയാൾ ഈ ഹദീസിന്റെ സനദിലുണ്ട്. അയാള് ദുർബലനാണ്, മുൻകറുൽ ഹദീസാണ്, വലൈസ ബിഖവിയ്യിൻ എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് അതിന്റെ രണ്ടാമത്തെ തകരാറ്. ഇങ്ങനെ ഒരുപാട് തകരാറുകൾ ഈ ഹദീസിന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പൊ ആ ഹദീസ് എന്തല്ല,
അത് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞു ആ ഹദീസ് സ്വഹീഹ് അല്ല എന്നുള്ളതാണ്. അപ്പൊ അതാണ് അതിന് കാര്യമായിട്ട് ഉദ്ധരിക്കുന്ന ഒരു തെളിവ് കൊണ്ടുള്ള തെളിവ് ഇതാണ്. ഇതേപോലെ തന്നെ വേറെ ചില സംഭവങ്ങളും. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കുക. അത് വളരെ ദീർഘമായിട്ട് പറയേണ്ട സംഗതികളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, അബുൽ അഅ്ല മൗദൂദിയുടെ തഫ്സീറിൽ പോലും കാണാം, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചിട്ട് മൗദൂദി പറയണത് യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന എന്നാണ് മൂലവാക്യം. വലിയ മൂടുപടത്തിനാണ് അറബിയിൽ ജിൽബാബ് എന്ന് പറയുക, അടുപ്പിക്കുക, പൊതിയുക എന്നിങ്ങനെയാണ് ഇതിന്റെ മൂലാർത്ഥം. എന്നാൽ ഇത് അല എന്ന പ്രത്യയത്തോട് ചേരുമ്പോൾ മുകളിൽ നിന്ന് താഴ്ത്തിയിടുക എന്ന അർത്ഥം ലഭിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മുകളിൽ നിന്ന് താഴ്ത്തിയിടുക. പാശ്ചാത്യൻ അഭിരുചികളിൽ സ്വാധീനിക്കപ്പെട്ട ഇന്നത്തെ ചില പരിഭാഷകരും വ്യാഖ്യാതാക്കളും ഈ വാക്യത്തെ മറക്കുക എന്ന് മാത്രം പരിഭാഷപ്പെടുത്താറുണ്ട്. മുഖം മൂടുന്നതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരടവാണ്. കണ്ടോ മൗദൂദി പറയണത്, ചില ആളുകൾ വെറും മറക്കുക എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാറുണ്ട്. അതെന്തിനാണ്? മുഖം മൂടുന്നതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു അടവാണ് ഇത് എന്നാണ്. എന്നിട്ട് മൗദൂദി ഇങ്ങനെ വായിക്കണത്, അതിങ്ങനെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറയണത്, മുഖം മൂടണം എന്ന് പറഞ്ഞതിന്റെ തെളിവുകൾ കുറെ ഉദ്ധരിക്കാണ് മൗദൂദി ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും അബ്ദുള്ളൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. നേരത്തെ ആരാമത്തിൽ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോ ഇതെന്താണെങ്കിലും ഇത് പോട്ടെ. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ വന്നത്, ഹദീസുകളിൽ വന്നത് നമ്മൾ ഉദ്ധരിച്ചു. ആ സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അഭിപ്രായ വ്യത്യാസം ഉള്ളത് മറക്കണോ മറക്കണ്ടേ എന്നുള്ളതിലല്ല, വാജിബാണോ അതല്ല മുസ്തഹബാണോ, രണ്ടാണെങ്കിലും വാജിബ് എന്ന് പറഞ്ഞാലും മുസ്തഹബ് എന്ന് പറഞ്ഞാലും മറച്ചാൽ എന്തുണ്ട്? കൂലിണ്ട്, പുണ്യുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുക. ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞത് വാജിബാണ് എന്നുള്ളതാണ്. എന്നാൽ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി നേരത്തെ പറഞ്ഞ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് അത് വാജിബാക്കാൻ പറ്റില്ല, കാരണം ചില സന്ദർഭങ്ങളിൽ അത് തുറന്നിട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മുസ്തഹബാണ്. മുസ്തഹബ് പറഞ്ഞാലും തന്നെ ചെയ്താല് പുണ്യമുള്ളത് മാത്രല്ല. നേരത്തെ നമ്മൾ ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഫിത്ന ഭയപ്പെടുന്ന ഒരു സന്ദർഭത്തിലാണെങ്കിൽ മറക്കൽ നിർബന്ധമാണ് എന്നുള്ളതാണ്. അത് അൽബാനി പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി അത് പറഞ്ഞിട്ടുണ്ട്. ഫിത്ന ഭയപ്പെടുന്ന ഒരു കാലഘട്ടമാണോ എങ്കിലും മറക്കൽ നിർബന്ധമാണ്. അതെല്ലാരും പറഞ്ഞിട്ടുണ്ട്. അതിലും അഭിപ്രായ വ്യത്യാസമല്ല. അപ്പൊ അതാണ് അഫ്ളല് എന്ന് തന്നെയാണ് ഷെയ്ഖ് അൽബാനിയും അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ പല സന്ദർഭങ്ങളിലും അദ്ദേഹം ഈ സംഭവങ്ങളൊക്കെ എടുത്ത് ഉദ്ധരിക്കുകയും അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ഏറ്റവും സൂക്ഷ്മമായ ഒരു നിലപാട് നമ്മൾ ഈ വിഷയത്തിൽ സ്വീകരിക്കുക, പ്രമാണങ്ങളെ പ്രമാണബദ്ധമായിട്ട് തന്നെ മനസ്സിലാക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞു, ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളെ പരിഹസിക്കുക, കളിയാക്കുക. പലരും പലതും പറഞ്ഞിട്ട് പരിഹസിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഹദീസിനെ പരിഹസിച്ചാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ട ഇപ്പോ നവാഖിദുൽ ഇസ്ലാം, ഇസ്ലാം നിന്ന് പുറത്തു പോകുന്ന 10 കാര്യങ്ങൾ. അതിൽ 6ാമത്തെ കാര്യം എന്താ പറയുക? 6ാമത്തെ കാര്യം മനിസ്തഹ്സ, ഒരാൾ പരിഹസിച്ചാൽ, കളിയാക്കിയാൽ, ബിശൈഇൻ മിൻ ദീനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനിൽപ്പെട്ട എന്തിനെങ്കിലും ഒന്ന് പരിഹസിച്ചാൽ എന്താണ്? ഇസ്ലാമിന്ന് പുറത്തു പോവും, അവൻ കാഫിറാവും. അത് പ്രതിഫലവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ എന്തോ ആകട്ടെ, അവൻ എന്തായിത്തീരും? കാഫിറായിത്തീരും എന്നുള്ളത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടൊരു സംഭവമാണ്. അതേപോലെ തന്നെ ആയത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത. എന്താ പറഞ്ഞത്? അവരാരും സത്യവിശ്വാസികളാവുകയില്ല, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ നിന്റെ തീരുമാനം ഖുർആനിൽ വന്നത് എന്താണ്, ഹദീസിൽ വന്നത് എന്താണ്, അത് അംഗീകരിക്കുന്നത് വരെ. സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജ മിമ്മാ ഖളൈത, പിന്നീട് നീ തീരുമാനിച്ചൊരു കാര്യത്തിൽ ഒരു മനപ്രയാസം, ഒരു ഇടങ്ങേറ്, ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാകരുത്. വയുസല്ലിമു തസ്ലീമ, എന്താണോ പ്രമാണങ്ങളിൽ വന്നത് അതിനവർ പൂർണ്ണമായി കീഴ്പ്പെടുകയും ചെയ്യണം. അതുവരെ അവരാരും സത്യവിശ്വാസികളാവുകയില്ല എന്നുള്ളത് വിശുദ്ധ ഖുർആൻ നമുക്ക് വ്യക്തമാക്കി തന്ന സംഭവമാണ്. അപ്പോൾ വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. ഇനി മറുവിഭാഗം ഉദ്ധരിക്കുന്ന തെളിവുകളും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് മറ്റൊരു സന്ദർഭത്തിൽ ആക്കാവുന്നതാണ്. അപ്പോൾ വിഷയം മനസ്സിലാക്കിയിട്ട് അതിൽ ഏറ്റവും നല്ല പ്രമാണങ്ങളുടെ പിൻബലമുള്ള ഏറ്റവും നല്ലൊരു നിലപാട്, 2 ലോകത്തും നമുക്ക് ഉപകാരം കിട്ടുന്ന ആ നിലപാട് നമ്മൾ സ്വീകരിക്കുക. ഇതിനെ പരിഹസിക്കാതിരിക്കുക, കളിയാക്കാതിരിക്കുക.
അള്ളാഹു യഥാർത്ഥ മുത്തഖീങ്ങളും മുഅ്മിനീങ്ങളുമായി ജീവിച്ചു മരിച്ചു പോകാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖുർആനും സുന്നത്തും സലഫു സ്വാലിഹീങ്ങൾ പഠിച്ച രൂപത്തിൽ മനസ്സിലാക്കി അതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ വല്ല അബദ്ധങ്ങളും സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ എല്ലാം അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടു പോയ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു മഅ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.